ഇത് നമുക്ക് പറയാനുള്ളത് എല്ലാ പേരൻസിനോടും, പ്രത്യേകിച്ച് അമ്മമാരോട്. വോമിറ്റിംഗ് ഈസ് ബർത്ത് റേറ്റ് ഓഫ് എ ചൈൽഡ്. അതാണ് ഇതിന്റെ ബേസിക് ഫണ്ട്. ഓക്കെ, വോമിറ്റ് ചെയ്യും കുട്ടികൾ, അത് തട്ടിക്കൊടുക്കും, ഗ്യാസ്, പല കാര്യങ്ങളും. പക്ഷെ ഒരു ന്യൂ ബോൺ, ഞാൻ പറഞ്ഞ ഒരു വിതിൻ ഒരു 1 മന്തിന്റെ ഉള്ളിൽ ഗ്രീനിഷ് വോമിറ്റിംഗ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എ പ്രോബ്ലം. വി ആർ ഡൂയിങ് സർജറി ഓൺ ചിൽഡ്രൻ. ഗോഡ് ഒരു ക്രിയേഷൻ ഉണ്ടാക്കുന്നു, അതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റുന്നു. അപ്പം അതിനെ കറക്റ്റ് ചെയ്യുന്ന സർജൻസ് ആണ് ശരിക്കും പീഡിയാട്രിക് ആൻഡ് നിയോനേറ്റൽ സർജൻസ്. കടല, കപ്പലണ്ടി, ബദാം, പിസ്ത, ഈ സാധനങ്ങളുണ്ടല്ലോ, ശരിക്കും പറയുകയാണെങ്കിൽ 5 ഇയേഴ്സിന് താഴെ കൊടുക്കരുത്. എല്ലാ കൺജന്റൽ അനോമലീസിനും കറക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടത് ലെസ് ദാൻ 1 ഇയറിലാണ് മോസ്റ്റ് ഓഫ് ദ അനോമലീസ്. അപ്പോഴാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. അപ്പം ഇത് വെച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്നിട്ട് പിന്നെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വല്ല വയറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ടെസ്റ്റിക്കുലർ ട്യൂമറായിട്ട് അഡൽട്ട് യൂറോളജിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ എടുത്തെടുക്കുക. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ടെസ്റ്റിസ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങളുടെ മകൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം വേണം. വേർ ഈസ് മൈ റൈറ്റ് ഓർ ലെഫ്റ്റ് ടെസ്റ്റിസ്? അത് ഉണ്ടായിരുന്നോ? അത് നിങ്ങളത് അത് നശിച്ചു പോയതാണോ? അത് ഉണ്ടാവാതിരുന്നതാണോ? അത് ഉണ്ടായിട്ട് നശിച്ചു പോയതാണോ? ഇന്നാൾ ഒരുത്തൻ വന്നത്, ഒരു ബേബി വന്നത്, അവൻ ചെറുതൊന്നുമല്ല കേട്ടോ, അവൻ ആൾ ബിരുദനാണ്, 4 വയസ്സ് 5 വയസ്സുണ്ട്. ഇവൻ എന്ത് ചെയ്യുന്നത്, ഇവൻ ഈ വിസിലുണ്ടല്ലോ, വിസിൽ ഊതിക്കൊണ്ടിരിക്കും. ഇവന് കുറച്ചും ബോറടിച്ച്, ഇതിന് ഇങ്ങനെ മാത്രം ഊതുമ്പോൾ ശബ്ദം വരാൻ തിരിച്ചു ഊതിയാക്കണം. അപ്പോൾ അവൻ തിരിച്ചു വെച്ചിട്ട് ഒറ്റ വലിയാണ്. പിന്നെ ഒന്നും കാണില്ല. പിന്നെ കീന്ന ശബ്ദം കേട്ട് അവൻ മനസ്സിലാവും. പിന്നെ എവിടെയാണെന്ന് അവൻ അറിയില്ല. അവൻ ഒന്നും പിന്നെ അവൻ പോയി ഒന്ന് ചുമച്ച് അവനൊന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പം എന്താ അമ്മ ചെറിയൊരു ശബ്ദം, തമാശ പറയില്ല, സിനിമയിൽ ശരിക്കും. ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ചാറ്റ് വിത്ത് എക്സ്പേർട്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ള എക്സ്പേർട്ട് ഡോക്ടർ കിരൺ ആണ്. ഹി ഈസ് എ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജൻ ആണ്, ആസ്റ്റർ മെഡ്സിറ്റി, കൊച്ചി. ആൻഡ് ഹി ഈസ് എ വെരി ഡിയർ ഫ്രണ്ട് ഓഫ് us. വെൽക്കം. താങ്ക് യു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫോർമൽ കോൺവെർസേഷൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നല്ലേ? ശരിക്കും ആദ്യമായിട്ടാണ് ഫോർമൽ കോൺവെർസേഷൻ. കിരണിനെ എപ്പോഴും നമ്മൾ കാണുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഫ്രണ്ട് സർക്കിളിലൊക്കെ ആണെങ്കിൽ എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ കൂടെയുള്ള പലർക്കും യു ആർ എ പീഡിയാട്രിക് സർജൻ, അതായത് ന്യൂ ബോൺ ബേബീസിനെ പോലും സർജറി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് എന്നുള്ളത് ആദ്യമൊക്കെ നമുക്കൊരു ഈ മനുഷ്യനാണോ ആ മനുഷ്യൻ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പീഡിയാട്രിക് സർജൻ്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും ഏകദേശം? പീഡിയാട്രിക് സർജൻ്റെ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഡോക്ടേഴ്സ് എല്ലാം പോകുന്ന ഒരു ദിവസം പോലെ തന്നെയാണ് നമ്മുടെ ദിവസം പോവുക. പക്ഷേ ബേസിക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പീഡിയാട്രിക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ, ബിക്കോസ് വി ആർ ഡൂയിങ് സർജറി ഓൺ ചിൽഡ്രൻ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആക്ച്വലി നമ്മളുടെ തന്നെ കുട്ടീനെയാണ് നമ്മൾ കാണുക. അപ്പോൾ നമ്മളൊരു ബേബി, ഞാൻ പറയണത് എപ്പോഴും, ഇപ്പോൾ ഗോഡ് ഒരു ക്രിയേഷൻ ഉണ്ടാക്കുന്നു, അതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റുന്നു. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുന്ന സർജൻസ് ആണ് ശരിക്കും പീഡിയാട്രിക് ആൻഡ് നിയോനേറ്റൽ സർജൻസ്. അപ്പോൾ വി ഡീൽ വിത്ത് കൺജന്റൽ അനോമലീസ് മോസ്റ്റ്ലി. അതായത് ഇപ്പോൾ ഞാനിങ്ങനെ തമാശയ്ക്ക് എല്ലാവരോടും പറയുന്ന കാര്യമാണ്. അപ്പോൾ സാധാരണ ഗോഡാണല്ലോ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ഗോഡിനോളം കറക്ഷൻ പറ്റിയില്ലെങ്കിലും ആ കുട്ടീനെ നമ്മൾ അവിടെ നിന്ന്, അതായത് ഇപ്പോൾ ഒരു ന്യൂ ബോൺ എന്ന് വെച്ചാൽ ശരിക്കും അറിയാലോ, ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു ന്യൂ ബോൺ ഡേ 1 നമ്മൾ സർജറി ചെയ്യുന്നതും ഒരു അഡൽട്ട് സർജൻ ഏത് സ്പെഷ്യാലിറ്റി ആയിക്കോട്ടെ, അവരൊരു 90 ഒരു 80 ഇയർ ഓൾഡിൽ സർജറി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മൈൻഡ് സെറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. ബിക്കോസ് ഓൾവേസ് പേഷ്യൻസ് ആർ പേഷ്യൻസ്. അത് നമ്മളെപ്പോഴും നമ്മളെല്ലാവരും 100% വിൽ ഗിവ്. പക്ഷേ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഒരു 1 ഡേ ഓൾഡിനോട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു സഫർ ഹിം ഓർ ഹെർ ഫോർ ദ ഹോൾ ലൈഫ് ടൈം. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മുടെ, അതാണ് നമ്മുടെ എപ്പോഴും നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സാറുമാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, ഇഫ് യു കാൻ സേവ് എ ബേബി ഡോണ്ട് ഹാം എ ബേബി. അത്രയും കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ രാവിലെ വരുമ്പോൾ പിന്നെ നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ്. അപ്പോൾ ഒരു സർജറി ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ലീപ്ലെസ് നൈറ്റാണ്. അത് പലർക്കും അറിയില്ല. ബേസിക്കലി നമ്മളും നിങ്ങളുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യണം. ടുഗദർ വി ആർ ട്രാവലിംഗ്. അപ്പോൾ നിങ്ങളുടെ കുട്ടി ഒന്ന് വൊമിറ്റ് ചെയ്തു സർജറി കഴിഞ്ഞിട്ട്, അത് നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, നിങ്ങളെക്കാളും സ്ട്രെസ്സാണ്. അല്ലെങ്കിൽ ഒരു കുടൽ തുന്നി വെച്ചു, ആ കുട്ടി മോഷൻ പാസ് ചെയ്യുന്നവരെ ഡോക്ടറിന് സ്ട്രെസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ പോലെ 50% ഗോഡ് 50% എന്ന് പറയുന്ന പോലെ ആ ഗോഡിൻ്റെ 50% കൂടി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു ദിവസം നമ്മൾ തള്ളി നീക്കുന്നത്. ഓക്കെ. ഈ
കുഞ്ഞു ബേബീസിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും അധികം നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത് പേരൻസിനോടും ഗ്രാൻഡ് പേരൻസിനോടും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അർജൻസി ഉണ്ടെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മൊമെൻറ്റിൽ തൊട്ട് ഇവരോട് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും സർജറി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനും സ്ട്രഗിൾ ചെയ്യാറുണ്ടോ? ഇപ്പോൾ ബേസിക്കലി എങ്ങനെയാ വെച്ചാൽ സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ പറയാം. ഇപ്പോൾ നമ്മൾ ബേസിക്കലി ഞാനിപ്പോൾ മെയിൻലി നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ന്യൂനേറ്റ്സ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ സാധാരണ വേറെ ആരും ഓപ്പറേറ്റ് ചെയ്യാത്ത ഒരു ഫീൽഡാണ് ന്യൂനേറ്റൽ സർജറി. അപ്പോൾ അത് എക്സ്ക്ലൂസീവ്ലി പീഡിയാട്രിക് സർജൻ്റെ ഒരു ഫീൽഡാണ്. ആസ് യു ടോൾഡ് ലൈക്ക് നമ്മളാണ് അതിലത്തെ എക്സ്പേർട്ട്. അപ്പോൾ അതിൽ ഒരു ഇത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ആൻറ്റിനേറ്റലി തന്നെ നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരു കഞ്ചനിറ്റൽ അനോമലി ഒരു മദർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഫീറ്റൽ മെഡിസിൻ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അവിടെ മുതൽ നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഗൈനക്കോളജിസ്റ്റ്, പീഡിയാട്രിക് സർജൻ, നിയോനറ്റോളജിസ്റ്റ് എല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ ആ ഫാമിലീനെ അങ്ങ് ടേക്ക് ഓവർ ചെയ്യാണ് ശരിക്കും. എന്നിട്ട് നമ്മൾ അവിടെ തൊട്ടേ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ബിക്കോസ് നമുക്കറിയാം ചില കണ്ടീഷൻസ് നമുക്ക് ചിലപ്പോൾ ഒന്നും വേണ്ടി വരില്ല, വെറുതെ ഫോളോ അപ്പ് ചെയ്തങ്ങ് പോയാൽ മതി. ചില കണ്ടീഷൻസ് നമുക്ക് ചിലപ്പോൾ ഡേ 1 തന്നെ സർജറി വേണ്ടി വരും. ചില കണ്ടീഷൻസ് പ്രഗ്നൻസി ടൈമിൽ തന്നെ ഇൻ്റർവെൻഷൻ വേണ്ടി വരും. ചില കണ്ടീഷൻസ് നമുക്ക് ഏർലി ഡെലിവറി ആൻഡ് സർജറി. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ പാരൻസിനെയും ഗ്രാൻഡ് പാരൻസിനെയും പ്രൈം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു പീഡിയാട്രിക് സർജൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ അശ്വതി തന്നെ 2 ബേബീസ് ഉണ്ടല്ലോ, എനിക്കറിയാം പേഴ്സണലി അശ്വതി ബേബീസ് എനിക്കറിയാം. അപ്പോൾ അവർ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, അവർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് ഒരു നല്ല ഒരു ഇതാണല്ലോ നമ്മളെല്ലാവരും വരുന്നു, ബേബിയുടെ കാര്യങ്ങൾ ആലോചിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ആ ഒരു കപ്പിൾസിനൊന്ന് ആലോചിച്ച് നോക്കുക ശരിക്കും. ബിക്കോസ് അത് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു സ്ട്രെസ് ഒഴിവാക്കാനാണ് വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ ആൻറ്റിനേറ്റൽ പീരീഡ്. അപ്പോൾ നമ്മൾ പതുക്കെ കൗൺസിൽ ചെയ്ത് അവരെ പ്രൈമറി 2 കാര്യമുണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ ഇത് വരാം, ബേർഡൻ, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ദീസ് ആർ ഓൾ കുറച്ച് എക്സ്പെൻസീവ് സർജറീസ് ആണ്. അപ്പോൾ അത് കാരണം അങ്ങനെ വരുന്ന അതിൻ്റെ ഒരു പ്രോബ്ലം അവർക്ക് ഉണ്ടാവും. ദേ ജസ്റ്റ് സ്റ്റാർട്ടിങ് ദെയർ ലൈഫ്. അപ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പിന്നെ അടുത്തത് ഞാൻ എപ്പോഴും പറയും, ഐ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ഐ വിൽ കൗൺസിൽ ടു ബോത്ത് ദ പാർട്ടീസ് ടുഗദർ. ഒറ്റയ്ക്കുള്ള കൗൺസിലിംഗ് ഇല്ല. ഞാൻ പറയും യു ബ്രിങ് ഫാദർ പുറത്തായിരിക്കും, അല്ലെങ്കിൽ മദർ ഇവിടെ ആയിരിക്കും. അപ്പോൾ പറയും മദർ നമുക്ക് ഇതങ്ങ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് എന്നിട്ട് പറഞ്ഞാൽ പോരെ, മനസ്സിലായി. ബോത്ത് പാർട്ടീസ് ഷുഡ് കം ടു. പിന്നെ വേറൊരു ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെയിം ഗെയിം. കഞ്ചനിറ്റൽ അനോമലീസ് വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് പറയും അവർ 2 പേരും കൂടി ഷവായി കഴിച്ചിരുന്നു ഡോക്ടറെ കുറേ നാൾ 3 മാസത്തിന് മുമ്പ്. അതായിരിക്കുമോ കാര്യം? ഇഗ്നോറൻസ് ആണ്. പക്ഷേ അപ്പം ഞാൻ തമാശക്ക് പറയും, ഞാൻ വിചാരിച്ചാൽ വേണമെങ്കിൽ മേക്ക് ഓർ ബ്രേക്ക്. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഭാഗമാണ്. ഇതൊന്നും നമ്മൾ അറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ആൻറ്റിനേറ്റൽ കൗൺസിലിംഗ് വരുന്നതും ഈ നിയോനേറ്റൽ സർജറീസ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ചൈൽഡ് 50% ആൻഡ് ദ ഫാമിലീസ് ആണ് 50%. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നാലാണ് നമുക്ക് ആ ഡയഗ്നോസിസ് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ടാണ് നമ്മൾ പിന്നെ ഈ അശ്വതി പറഞ്ഞ പോലെ സർജറിയുടെ കാര്യങ്ങളിലോട്ട് നമ്മൾ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനോമലി സ്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാക്ട്ലി. ഇപ്പോൾ പലരും പറയാറുണ്ട് സ്കാനിങ്ങിനൊന്നും ആവശ്യമില്ല എന്ന് സ്റ്റിൽ ഇപ്പോഴത്തെ കാലത്ത് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഹൗ ഇമ്പോർട്ടൻ്റ് ഈസ് ആ ഒരു സമയത്തെ ഒരു ഇന്റർവെൻഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൂടെ അല്ല, ആൻറ്റിനേറ്റൽ സ്കാൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്ന അവിടെയാണ്. കാരണം നമ്മുടെ ഇപ്പോൾ റൂൾ പ്രകാരം തന്നെ നമുക്ക് 20 വീക്സിന് ശേഷം ഇറ്റ് ഇസ് ഇല്ലീഗൽ. അപ്പോൾ 20 വീക്സിന് മുമ്പ് തന്നെ നമുക്കങ്ങനെ എല്ലാ അനോമലീസ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു മെഡിക്കൽ ടേമിൽ ഇപ്പോൾ നമ്മൾ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ കിഡ്നിയിൽ കെട്ടി നിൽക്കുന്ന ഒരു കണ്ടീഷൻ. അത് ഒരു വൺ ഓഫ് ദ മൈനർ അനോമലീസ്. ഒരു 10% കുട്ടികൾക്ക് മാത്രമേ സർജിക്കൽ കറക്ഷൻ ആവശ്യമുള്ളൂ ആ ബ്ലോക്കിന്. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പെർഫെക്റ്റ് ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ഇംപെർഫെക്ഷനും പാടില്ല. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പലതും നമുക്ക് കൺഫ്യൂഷൻ കാരണം ചിലപ്പോൾ 20 വീക്സിന് മുമ്പ് ഇത് വേണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ അതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഓൾവേസ് ഗെറ്റ് എ പ്രോപ്പർ ഒന്നെങ്കിൽ ഫീറ്റൽ മെഡിസിൻ്റെ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ പ്രോപ്പർ ചിലപ്പോൾ എല്ലാത്തിനും നമ്മളെടുത്തല്ല വരെ ചിലപ്പോൾ പീഡിയാട്രിക് കാർഡിയോളജി ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുണ്ടാവും പീഡിയാട്രിക് ന്യൂറോളജി. അപ്പോൾ അങ്ങനത്തെ പല കണ്ടീഷൻസും ഉണ്ടാവും. ചില കണ്ടീഷൻസ് ഇൻകോമ്പാറ്റബിൾ വിത്ത് ലൈഫാണ്. അത് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ടീം മീറ്റിംഗ് വെച്ചിട്ട് ദാറ്റ് ഒഫീഷ്യലി വിൽ അബൌട്ട് ദാറ്റ്. പക്ഷെ അല്ലാത്ത കണ്ടീഷൻസൊക്കെ നമുക്ക് വി ഹാവ് ഓൾ ദ ഫെസിലിറ്റീസ്. നമുക്കിപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിനും എല്ലാ ഫെസിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ നല്ല നിയോനേറ്റൽ ICUs ഉണ്ട്, നല്ല നിയോനറ്റോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ അവരെ ഞാൻ അങ്ങനെ പറയല്ല, എന്നാലും പണ്ട് ഇതൊന്നും ഞങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാ?
അത്ര നല്ല മെഷീൻസ് ഉണ്ടായിരുന്നില്ല. Yeah. എല്ലാ കുട്ടികൾക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. Yes, പക്ഷേ yes. ഇന്ന് 4K ഇതും അൾട്രാസൗണ്ടും ഫീറ്റൽ MRI ഒക്കെ വന്നു കഴിയുമ്പോൾ ഈവൻ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിപ്പോ അതാണ് ആ ജനറേഷൻ ഡിഫറൻസ് തന്നെ. അതാണ് ഞാൻ പറഞ്ഞ ബേസിക്കലി ദ പ്രോബ്ലം അബൌട്ട് കൗൺസിലിംഗ്. Yeah. ബിക്കോസ് ഞാൻ കൗൺസിൽ ചെയ്യുന്നത് ഇപ്പോഴത്തെ ജനറേഷനും പഴയ ജനറേഷനും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അപ്പോൾ അവർ പറയും ഇതങ്ങനെയാണ്, ഇതൊന്നും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടികൾക്ക്, പക്ഷേ ദാറ്റ് ഈസ് ദെയർ. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിനേറ്റൽ അശ്വതി പറഞ്ഞ മാതിരി ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഈ പറഞ്ഞ ആൻറ്റിനേറ്റൽ സ്കാൻസ് കറക്റ്റ് ടൈമിൽ ചെയ്യുക, പിന്നെ നമ്മൾ പറയുന്ന പോലെ ചെയ്യുക. അതായത് ചില കണ്ടീഷൻസ് ഇപ്പോൾ നമ്മൾ പറയും പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ നോക്കാനായിട്ട്. ലങ്ങിലെ ചില കഞ്ചൻറ്റൽ അനോമലീസ് ഉണ്ട്, ഇപ്പോൾ CPAM എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് അത് വലുതാവുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ബാക്കി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ടോ, ഫീറ്റൽ മെഡിസിൻകാർ എന്തെങ്കിലും ഇൻ്റർവെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതൊക്കെ അറിയാനായിട്ട് ദിസ് ആൻറ്റിനേറ്റൽ പ്രോപ്പർ അൾട്രാസൗണ്ട് ദിസ് ഹെൽപ്സ് ഫോർ പ്രൈമിങ് ഓൾസോ ആൻഡ് ഫോർ പ്ലാനിങ് ദ ഡെലിവറി. ചില നേരത്തെ ഡെലിവറി ചെയ്യേണ്ടി വരും. ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്തിട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അർജന്റായിട്ട് സർജറി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുമല്ലോ ഇത്രയും കുഞ്ഞല്ലേ ഇപ്പോഴേ സർജറി ചെയ്യണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ഔട്ട് ചെയ്യാം, അങ്ങനെയുള്ള കേസസ് കാണാറുണ്ട്, പിന്നീട് കോംപ്ലിക്കേഷൻസ് ആവുന്നത്. അതും വേറൊരു പീഡിയാട്രിക് സർജൻ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ്. ബിക്കോസ് ബേസിക്കലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ആർക്കും പീഡിയാട്രീഷ്യന് ഇഷ്ടമാണ്. ദ മൊമെന്റ് ദേ ഹിയർ ദ വേർഡ് പീഡിയാട്രിക് സർജൻ, അപ്പോൾ അത് ആരുടെയും കുറ്റമല്ല. ബിക്കോസ് അത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ആക്സെപ്റ്റ് ദറ്റ് ഫാക്ട്. ബിക്കോസ് ഈവൻ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കുന്ന കുട്ടീനെയാണ് നിങ്ങൾ നമുക്ക് സൂചി വെക്കുമ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഗിവിങ് എവേ യുവർ ചൈൽഡ്. നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾ കാണുന്നില്ല. ശരിക്കും നിങ്ങൾ ഫീഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അശ്വതി ഒരു മദറാണല്ലോ, നിങ്ങൾ എല്ലാ 2 hours ബേബിനെ ഫീഡ് ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയാണ് സർജറിക്ക് 6 മണിക്കൂർ മുമ്പ് ഫീഡിങ് നിർത്തണം. സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ബവൽ അല്ലെങ്കിൽ കുടൽ സർജറികളൊക്കെ ആണെങ്കിൽ ഞാൻ പറയുമ്പോഴേ ഫീഡ് കൊടുക്കാൻ പാടുള്ളൂ. ബേബി നിങ്ങളുടെ അടുത്ത് നിന്ന് കരയാണ്, അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രശ്നങ്ങളാണ് എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും, ഞാൻ അതും അടുത്തത് പറയുന്ന കാര്യമാണ്. ബിക്കോസ് നമ്മളുടെ ഭയം കാരണം നമ്മൾ കുട്ടിക്ക് കിട്ടേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കാതിരിക്കരുത്. കാരണം നിങ്ങളൊരു ടൈമിൽ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് നമ്മൾ പണ്ട് തമാശയ്ക്ക് പറയുന്നതല്ല. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ ബ്ലോക്കിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഈ കിഡ്നിയിൽ യൂറിൻ ബ്ലോക്ക്, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പെൽവിയൂറിറ്റിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും നമ്മൾ. അപ്പോൾ അതായത് കിഡ്നിയിൽ യൂറിൻ ഇറങ്ങി വരുന്ന സ്ഥലത്ത് ഒരു ബ്ലോക്ക്. അപ്പോൾ ഇത് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതിന് സീരിയലായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യണമെന്നും എല്ലാ ഡോക്ടർമാരും പറഞ്ഞും കൊടുത്തിട്ടുണ്ടാവും. ഇത് പ്രത്യേക ഒരളവിൽ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സർജറിയിലോട്ട് പോകേണ്ടി വരുന്ന അറിയാം. എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ പ്രത്യേക അളവ് എത്തിയെന്ന് ഒരു സ്കാനിൽ കാണും. അപ്പം ചെല്ലും നമ്മൾ അടുത്ത, അതായത് ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം, അടുത്ത സ്കാൻ എന്ന് പറയുമ്പോഴേക്കും പിന്നെ കാണില്ല, ഡിസപ്പിയർ. അത് കഴിഞ്ഞ് 1 വർഷം 1.5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഹ്യൂജ്ലി ഡയലേറ്റഡ്, കിഡ്നിയുടെ ഫംഗ്ഷൻ എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്കിതൊരു 1 year മുമ്പ് നമ്മൾ ആ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ബേബിക്ക് ചിലപ്പോൾ 6 months സർജറി ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടെസ്റ്റിസിന്റെ ഒരു കാര്യമുണ്ട്. നമ്മളൊരു ടെസ്റ്റിസ് ഇറങ്ങി വരാതിരിക്കുന്ന മെയിൽ ബേബീസ്, ഒരു സൈഡിലെ ടെസ്റ്റ്, 2 സൈഡിലുള്ളത് എൻ്റയർലി ഡിഫറെന്റ് ഇതാണ്, എൻഡോക്രൈൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു സൈഡിൽ വരുന്നതാണ് കോമൺ. അപ്പോൾ അത് ഇറങ്ങി വരാതിരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പറയും, അത് വയറിൻ്റെ ഉള്ളാണെങ്കിൽ 6 months കഴിയുമ്പോൾ തന്നെ ഇറക്കി വെക്കണം. അത് അടിയിൽ കനാലിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 1 year ആകുമ്പോഴേക്കും നമ്മളത് ഇറക്കി വെക്കണം എന്ന് പറയും. ഇതന്നെ, അതായത് ഇതെല്ലാം 1 year താഴെയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ്. വലിയ കുട്ടികളാകുമ്പോൾ ഇത്രയും പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ കഞ്ചൻറ്റൽ അനോമലീസിനും കറക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടത് ലെസ് ദാൻ 1 year മോസ്റ്റ് ഓഫ് ദ അനോമലീസ്. അപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്നിട്ട് പിന്നെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വല്ല വയറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ടെസ്റ്റിക്കുലർ ട്യൂമറായിട്ട് അഡൽട്ട് യൂറോളജിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ എടുത്തെടുക്കുക. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു ടെസ്റ്റിസ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങളുടെ മകൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം വേണം. വേർ ഈസ് മൈ റൈറ്റ് ഓർ ലെഫ്റ്റ് ടെസ്റ്റിസ്? അത് ഉണ്ടായിരുന്നോ? അത് നിങ്ങളത് അത് നശിച്ചു പോയതാണോ? അത് ഉണ്ടാവാതിരുന്നതാണോ? അത് ഉണ്ടായിട്ട് നശിച്ചു പോയതാണോ? അപ്പോൾ അത് നമ്മളിത് പേടിക്കുന്നത് ഒരു വശം. ഇതിലിപ്പോൾ അനസ്തീഷ്യ, ഇതാണ് ഏറ്റവും എന്നെക്കാളും പേടി അനസ്തെറ്റിസ്റ്റിനെയാണ്. ആക്ച്വലി ഡോക്ടർ കിരണിന്റെ വൈഫ് അനസ്തെറ്റിസ്റ്റ് ആണ്. ആൻഡ് ഷീ ഈസ് എ വെരി ഡിയർ ഫ്രണ്ട് ഓഫ് മൈൻഡ്, ഡോക്ടർ പ്രിയങ്ക. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇപ്പം സർജന് പിന്നെ അവർക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ ഒരു അനസ്തീഷ്യ അതും ചോദിക്കും ഇടയ്ക്ക് വന്നിട്ട് പറയും ഡോക്ടർ അനസ്തീഷ്യ ഇല്ലാതെ ചെയ്യാൻ പറ്റും? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഒരു കൗൺസിലിംഗ് തുടങ്ങി കഴിഞ്ഞാൽ സർജറി വേണമെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡോക്ടർ ഇത് വേണോ? അപ്പൊ അത് നമ്മൾ കൺവിൻസ് ചെയ്യും, ഇത് വേണം, ഇത് ഇങ്ങനെയാണ്. ശരി, എന്നാ ഡോക്ടർ അനസ്തീഷ്യ വേണോ? മുഴുവനായിട്ട് മയക്കണോ? കുറച്ച് മയക്കാൻ പറ്റും. അപ്പൊ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ പിള്ളേരുടെ
സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്സൈറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുട്ടിയുടെ ഇപ്പം നാക്കിലൊരു കെട്ടുണ്ടെന്ന് വിചാരിക്കുക, അത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, ചെറിയ പരിപാടിയേ ഉള്ളൂ. ഈവൻ അശ്വതിയുടെ അടുത്തേക്ക് ഞാൻ എൻ്റെ ഫുൾ സർജിക്കൽ ഗൗണും ഒക്കെ ഇട്ടിട്ട് ഞാനൊരു കത്രികയും കൊണ്ട് അശ്വതിയുടെ വായിലോട്ട് വന്നു കഴിഞ്ഞാല് അശ്വതി ഇറങ്ങി ഓടും. അപ്പോഴാണ് നമ്മൾ പറയണത്, ഈ പറയണ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളുടെ അടുത്ത് അനസ്തീഷ്യ ഒന്നും ഇല്ലാതെ മുഴുവൻ മയക്കാതെ ചെയ്യാം. ഒരു 4-5 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കയ്യിലോ കാലിലോ അറ്റത്തൊക്കെ വല്ല ചെറിയതുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഓൾ പീഡിയാട്രിക്, അതും അനസ്തീഷ്യ സൈഡിൽ നിന്ന് ഓൾ പീഡിയാട്രിക് സർജിക്കൽ കേസസ് ആർ കൺസിഡേർഡ് ആസ് മേജർ അനസ്തീഷ്യ. Nothing minor in pediatric surgery. Okay. All are major. Only trained anesthetist will handle pediatric anesthesia. It is a tricky thing. അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾ നല്ലൊരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാം, എല്ലാ ഫെസിലിറ്റിയും ഉള്ള പീഡിയാട്രിക് സർജറി കേസസ് റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ. അപ്പൊ ഇതിന്റെ എല്ലാ കാര്യങ്ങളും കുറെ സോർട്ടഡ് ആയി. ബിക്കോസ് നമ്മളിപ്പോൾ എന്തായാലും എല്ലാം അപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. അതായത് ചെയ്യുന്നത് പീഡിയാട്രിക് സർജൻ തന്നെയാണോ, അതല്ല പീഡിയാട്രിക് അനസ്തറ്റിസ്റ്റ് ആണോ, അല്ലെങ്കിൽ പീഡിയാട്രിക് അനസ്തീഷ്യ കൊടുത്ത എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആണോ ചെയ്യുന്നത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ പകുതി കാര്യങ്ങൾ കടന്നു. പിന്നെ ഞാൻ പറയണ പോലെ നമ്മൾ റോട്ടിൽ രാവിലെ ഇറങ്ങി വണ്ടി ഓടിച്ച് പോകുന്നു, അങ്ങനെയാണെങ്കിൽ ആക്സിഡൻസ് ഒന്നും സംഭവിക്കരുതല്ലോ. റെയറായിട്ട് അത് 2 രീതിയിലാവാം. ഇപ്പം ബേബീസിന്റെ ബോഡി റിയാക്ട് ചെയ്യുന്നത് മെഡിസിനോട്, അത് കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് നമ്മളിലുണ്ട്. അങ്ങനെ ഒരു റെയർ ഇത് വന്നാൽ പോലും വി ആർ എക്യുപ്ഡ് ടു ഹാൻഡിൽ ദാറ്റ്. അങ്ങനത്തെ സ്ഥലത്തേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെ പേടിച്ചിട്ട് നമ്മൾ ഇത് മാറ്റി വെക്കുന്നതോറും നമ്മൾ നെക്സ്റ്റ് ജനറേഷനോട് ചെയ്യുന്ന ഒരു ചതിയാണ്. അത് നമ്മൾ ചെയ്യാതെ. അപ്പൊ അനസ്തീഷ്യ ഒക്കെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട്, അത് അങ്ങനെ നമ്മളാരും അങ്ങനെ വെറുതെ നമ്മളാരും പറയില്ലല്ലോ, നിങ്ങളുടെ കുട്ടീനെ അനസ്തീഷ്യ ഒന്ന് മയക്കി. എനിക്കങ്ങനെ നമ്മളങ്ങനെ ഒരു അത് ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം നമ്മളുടെ കുട്ടീനെ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ നമ്മൾ കാണുന്നത്. ഈവൻ എൻ്റെ കുട്ടീനെ ഇത്രയും ഞാൻ ചിലപ്പോൾ നമുക്ക് അത്രയും നമ്മൾ ചിലപ്പോൾ സർജറി ചെയ്യുമ്പോൾ ഞാൻ കെയർ ചെയ്യുന്ന വരില്ല. പക്ഷെ വേറെ ഒരു ബേബീനെ നമ്മളെ അത് നിങ്ങൾ വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. വി ഹാവ് ഓൾ ദ റെസ്പോൺസിബിലിറ്റി ടു ഗിവ് യു ബാക്ക്. ഒരു സിനിമയിലൊക്കെ പറഞ്ഞ ഒരു പോറൽ പോലും മേക്കാതെ തിരിച്ചു തരിക എന്ന് പറയുന്നത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം അതുകൊണ്ട് ദയവ് ഇത് വി ആർ ട്രെയിൻ ഫോർ ഡൂയിങ് ദാറ്റ്. അപ്പം നിങ്ങൾ അത് ആദ്യം വിശ്വസിക്കുക. നമ്മളൊരു സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നു, പൈലറ്റിനെ വിശ്വസിക്കാൻ നിവൃത്തിയുള്ളൂ. എന്തൊക്കെ സംഭവിക്കാം, നിങ്ങൾക്ക് എന്തൊക്കെ നെഗറ്റീവ് ആലോചിക്കാം. ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ തൊട്ട് താഴ്ന്ന വരെ നെഗറ്റീവ്സ് മാത്രം ആലോചിക്കാം. പക്ഷെ നിങ്ങൾ അതിന് വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആലോചിക്കാം. നിങ്ങളൊരു ഡെസ്റ്റിനേഷനിൽ പോവാണ്, യു ക്യാൻ തിങ്ക് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ. ഇതൊരു ജസ്റ്റ് ഒരു, അപ്പോൾ കുട്ടി വലുതായി കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങൾ ആലോചിക്കുക. അല്ലാതെ നമ്മൾ ഇതന്നെ ആലോചിച്ച് നെഗറ്റീവായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി ആർ ഓൾ ട്രെയിൻ ഫോർ ദാറ്റ്. അപ്പോൾ അനസ്തീഷ്യ റിസ്ക് ഉണ്ട്, പക്ഷെ വി ആർ ട്രെയിൻഡ്. പീഡിയാട്രിക് സർജറിയും റിസ്ക് ഉണ്ട്, അതും നമ്മൾ ട്രെയിൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് പേടിച്ചിട്ട് കുട്ടിയുടെ ഭാവിനെ നമ്മൾ എന്താ പറയുക നശിപ്പിക്കരുത്. അതെ. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ചില കേസസ് എന്തൊക്കെയാണെന്ന് പറയുമോ? ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന. അതായത് അതിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറയാം, സർജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഹേർണിയാസ് ഒക്കെ വരാം പിള്ളേർ. അതൊരു വേറൊരു സംശയമാണ്, പിള്ളേർക്ക് ഹേർണിയ വരുമോ എന്നുള്ളത്. അപ്പോൾ പിള്ളേർ വലിയ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഹെർണിയ വരുന്നത്? അതായത് പിള്ളേർക്ക് ഒരു കഞ്ചനറ്റലായിട്ട് ഒരു ട്രാക്ക് ഉണ്ട് ആക്ച്വലി അബ്ഡോമിനിൽ നിന്ന് ഈ നമ്മുടെ ഇൻഗ്വൈനൽ റീജിയൻ. അതായത് നമ്മുടെ വെജൈന ആണെങ്കിൽ ഗേൾസിന്, ടെസ്റ്റിസ് ആണെങ്കിൽ ബോയ്സ്, ആ ഒരു ട്രാക്ക് അവിടെ ഒരു നാച്ചുറൽ കനാൽ ഉണ്ട്. അതൊരു 6 months ഒക്കെ ആകുമ്പോൾ തന്നെ അടഞ്ഞു പോകും. ചില കുട്ടികൾക്ക് അത് അടയാതെ ഇരിക്കും, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് അടയുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആ നാച്ചുറൽ ട്രാക്കിൽ കൂടിയാണ് നാഭാവല് കുടലിറങ്ങി വരുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ആ ട്രാക്ക് അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മെഷോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ടെസ്റ്റിസ് താഴത്തേക്ക് ഇറങ്ങി വരാത്ത കണ്ടീഷൻ, പിന്നെ അങ്ങനെ കുറെ നമ്മൾ ഈ പറഞ്ഞ സർക്കംസിഷൻ ചെറിയ, അതും വേറൊരു സംശയമുള്ള കാര്യമാണ്. ഈ എല്ലാ പിള്ളേർക്കും സ്കിൻ എടുത്ത് കട്ട് ചെയ്ത് കളയണമെന്നുള്ളത്. അപ്പോൾ അത് സാധാരണഗതിയിൽ 3.5 to 5 years വരെ ബോയ്സിന് അത് നോർമലാണ്, ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ മാത്രം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്താൽ മതി. പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വേറെ മദേഴ്സിന് സംശയമുള്ള കാര്യമാണ്. അതായത് ഞാൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൾട്ടിലും നമുക്കും പീഡിയാട്രിക്കിലും 2 തരത്തിലാണ് യൂറിനറി ഇൻഫെക്ഷൻസിനെ എടുക്കേണ്ടത്. ബിക്കോസ് അഡൾട്ട് ആക്ച്വലി ഈ പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും, വെള്ളം കുടി കുറവ്, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല, യൂറിൻ ഹോൾഡിങ് ഹാബിറ്റ്സ്, ഇതൊക്കെ അഡൾട്ട് സ്റ്റൈലിൽ വെക്കാം. അത് വേണമെങ്കിൽ നമുക്കൊരു 5 years അപ്പുറത്തുള്ള കുട്ടികൾക്ക് നമുക്ക് പറയാം. ബിക്കോസ് ഒരു സ്കൂൾ ഗോയിങ് കിഡ്സിന് വേണമെങ്കിൽ അഡൾട്ട് ഡ്യൂട്ടി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. പക്ഷെ ദ ചലഞ്ച് ഈസ് 1 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ വളരെ കാഷ്വലായിട്ട് എടുക്കരുത്.
ഓക്കെ. ബിക്കോസ് നമ്മൾ വളരെ സിമ്പിളായിട്ട് പോയിട്ട് ഒരു യൂറിൻ റൂട്ടീൻ നോക്കുന്നു, പസ് കാണുന്നു, നമ്മൾ നേരെ പോയിട്ട് ആന്റിബയോട്ടിക് കഴിക്കുന്നു, മാറുന്നു. 2 മാസം കഴിയുമ്പോൾ വീണ്ടും വരുന്നു, പിന്നെ യൂട്ടി വന്നു. അത് ഞാനന്ന് പാമ്പേഴ്സ് മാറ്റാൻ മറന്നുപോയി, ഞാനന്ന് മറ്റേ വെള്ളം കുടിച്ചില്ല, വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, വീണ്ടും ട്രീറ്റ് ചെയ്തു. അങ്ങനെ ഒരു 4 യൂറിനറി ഇൻഫെക്ഷൻ കഴിയുമ്പോഴാണ് നല്ലൊരു പീഡിയാട്രിഷ്യൻ്റെ കയ്യിലേക്ക് എത്തുക. അപ്പോഴാണ് അയാൾ ഇത് കാണുമ്പോൾ പേടിക്കുക. അപ്പോൾ പീഡിയാട്രീഷ്യൻ നോക്കുമ്പോൾ അടുത്ത യൂട്ടി, 4ാമത്തെ യൂട്ടിയാണ് പീഡിയാട്രീഷ്യൻ്റെ കയ്യിൽ വരുന്നത്. അപ്പോൾ പീഡിയാട്രീഷ്യൻ അന്ന് കൾച്ചറൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പീഡിയാട്രീഷ്യൻ അന്ന് റുട്ടീനും കൾച്ചർ നോക്കുമ്പോൾ കൾച്ചർ പോസിറ്റീവ് യൂറിനറി ഇൻഫെക്ഷനാണ്. പിന്നെ ഞങ്ങൾ ബാക്കിലോട്ട് യാത്ര ചെയ്യാണ്, അൾട്രാസൗണ്ട് എടുത്ത് നോക്കുന്നു. അപ്പോൾ അതിൽ ഹൈഡ്രോനെഫ്രോസ് കാണുന്നു. നമ്മൾ പിന്നെ അടുത്ത ടെസ്റ്റായ MCU എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ യൂറിൻ തിരിച്ച് കയറുന്ന കണ്ടീഷൻ ഉണ്ട്. അതാണ് ഈ സർജൻ്റെ യൂറിനറി ഇൻഫെക്ഷന് പീഡിയാട്രിക്കിൽ റോൾ വരുന്നത്. അപ്പോൾ അതൊരു കൺജനിറ്റൽ അനോമലിയാണ്. നമ്മൾ വെസിക് യൂറിട്രിക് റിഫ്ലക്സ് എന്ന് പറയും. അതായത് നമ്മൾ നോർമലി യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ഗോ ഔട്ട്, ഇറ്റ് ഷുഡ് നോട്ട് ഗോ ബാക്ക് ഇൻ ടു ദ കിഡ്നി. അവിടെ ഒരു നോർമൽ വാൽവ് മെക്കാനിസം ഉണ്ട്. ബിക്കോസ് ഇറ്റ് വിൽ കം ഫ്രം ദ കിഡ്നി ഇൻ ടു ദ ബ്ലാഡർ. ബിക്കോസ് ബ്ലാഡറിൽ കുറച്ച് ബാക്ടീരിയ എപ്പോഴും ഉണ്ടാവും. കിഡ്നീസ് ആർ സ്റ്റെറൈൽ. റിഫ്ലക്സ് വരുമ്പോൾ ഇവൻ തിരിച്ചു കയറും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ അറ്റാക്സ് വന്നു കഴിയുമ്പോൾ വിൽ ഗെറ്റ് യൂറിനറി ഇൻഫെക്ഷൻ. അതൊരു 3 മന്തിന് താഴെ വരുന്ന കുട്ടിക്ക് യൂറോ സെപ്സിസ് എന്ന് പറയും. അത് ബ്ലഡിലോട്ട് വന്നിട്ട് ക്യാൻ കോസ് ഡെത്ത് ഓൾസോ. ഇത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ള ഫസ്റ്റ് സൈൻ എന്തായിരിക്കും? ഫസ്റ്റ് സൈൻ ഇപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു 2 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളിൽ എടുക്കാം. മറ്റേത് അഡൽട്ട് സിംറ്റംസ് തന്നെയായിരിക്കും. മറ്റേത് മിക്കവാറും ഫീവർ ആയിരിക്കും. സാധാരണ അതുണ്ടാവും. ഇപ്പോൾ ഒരു 3 മന്ത്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ പുവർ ആക്ടിവിറ്റി വരാം, വോമിറ്റിംഗ് വരാം, ലൂസ് സ്റ്റൂൾസ് വരാം, പല പ്രസന്റേഷൻസും ഉണ്ടാവും. ഫീവറിന്റെ വൺ ഓഫ് ദ എക്സാമിനേഷൻ ഈസ് യൂറിൻ. അത് ന്യൂറോളജിസ്റ്റിന് അറിയാം, അല്ലെങ്കിൽ പീഡിയാട്രീഷ്യന് അറിയാം. അപ്പോൾ അവരത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ചില കുട്ടികൾക്ക് ക്ലൗഡി യൂറിൻ കാണാം. പക്ഷെ മോസ്റ്റ്ലി ഫിബ്രൈൽ എന്ന് പറഞ്ഞാൽ ഒരു ചിൽസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഫീവർ വിത്ത് ചിൽസ്. പിന്നെ കുറച്ച് വലിയ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഈ ഫ്ലാങ്സിലൊക്കെ ചില പെയിൻ പറയും, അല്ലെങ്കിൽ ലോവർ അബ്ഡോമിനൽ പെയിൻ പറയും. അപ്പം ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ഇതിൽ ബേസിക്കലി ഫീവറിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ് യൂറിനറി ഇൻഫെക്ഷൻ. പക്ഷെ അത് 2 ഇയറിന് താഴെയുള്ള കുട്ടികൾ, അതായത് നോൺ സ്കൂൾ ഗോയിങ് കിഡ്സിന് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ വീട്ടിൽ ട്രീറ്റ് ചെയ്യരുത്. ഇപ്പം മറ്റേ കുട്ടിക്ക് അപ്പുറത്തെ വീട്ടിൽ വന്നപ്പോൾ ഇത് കൊടുത്തു, എൻ്റെ കുട്ടിക്ക് അത് മതി. ആ കുട്ടിക്ക് ചിലപ്പോൾ സ്കിന്നിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പാമ്പേഴ്സ് മാറ്റാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ അതായിരിക്കാം. പക്ഷെ മറ്റേത് റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം ഇതിലോട്ട് വരാനായിട്ട്. സിമ്പിൾ തിങ്സ് ആണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ടത് ഫസ്റ്റ്. പക്ഷേ ഈ ഒരു കാര്യത്തിന് ചിലപ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കേണ്ടി വരും, കിഡ്നിയിൽ യൂറിൻ കെട്ടി നിൽക്കുന്ന കണ്ടീഷൻ നോക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്ത് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. ഇത് നാച്ചുറലി കറക്റ്റഡ് ആവും. ഇത് ആ ആംഗിൾ കറക്റ്റായി ഒരു 2-3 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഇത് വരും. പക്ഷെ അതുവരെ ഇൻഫെക്ഷൻ വരാതിരിക്കണം. ഓരോ ഇൻഫെക്ഷനാണ് കിഡ്നീനെ സ്കാർ ചെയ്യിക്കുന്നത്. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ വേറൊരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യാതെ ഇരുന്നിട്ട് 4-5 യൂറിനറി ഇൻഫെക്ഷൻ കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും ആ റിഫ്ലക്സിങ് ഉള്ള സൈഡിലെ കിഡ്നി ചിലപ്പോൾ സ്കാർ, ചില നെഫ്രോൺസ് ഒക്കെ ഡിസ്ട്രോയ്ഡ് ആയി പോയിട്ടുണ്ടാവും. അപ്പം അത് ഇറിപ്പയറബിൾ ഡാമേജ് ആണ്. ഫംഗ്ഷൻ താഴെ പോകും. അപ്പം അതാണ് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു പ്രത്യേകത. അത് നമുക്ക് എപ്പോഴും അത് മെഡിക്കൽ കണ്ടീഷനാണെന്ന് തോന്നും. പക്ഷേ ലെസ് ദാൻ 2 ഇയേഴ്സിന് ഓൾവേസ് ബി കെയർഫുൾ. ഈ സർജറി ചെയ്തിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർജറീസ് ഒക്കെ വേണ്ടി വരുന്ന കേസസ് ഒക്കെ ഉണ്ടാവാറില്ലേ? ഈ കുട്ടികളെ സ്ഥിരമായിട്ട് കണ്ടിട്ട് അവരുമായിട്ട് അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാവാറുണ്ടോ? ഡോക്ടർ അങ്കിൾ ആവാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? അല്ല, ഡോക്ടർ അങ്കിൾ ആവാറുണ്ട്. കാരണം ഇതിന്റെ പീഡിയാട്രിക് സർജറിയുടെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ അനോമലീസും ചിലപ്പോൾ ഒറ്റ സ്റ്റേജിൽ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ ഏനൽ ഓപ്പണിംഗ് ഇല്ലാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. മെയിൽസും ഫീമെയിൽസും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചിലപ്പം മെയിൽസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് ഇവിടെ പുറത്തേക്ക് കുടൽ കൊണ്ടുവയ്ക്കുന്നു, അതൊരു സർജറി. പിന്നെ അടിയിലോട്ട് നമ്മൾ മെയിൻ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നു, 2ാമത്തെ സർജറി. ഇത് അടച്ചു കൊടുക്കുന്നു, 3ാമത്തെ സർജറി. അങ്ങനെ പിന്നെ ബ്ലാഡറിൻ്റെ ചില അനോമലീസ് ഉണ്ട്. പിന്നെ ഈ യൂറിൻ ഒഴിക്കുന്ന സ്ഥലത്ത് ഈ ഹോള് ടിപ്പിലല്ലാതെ ബോയ്സിന് കുറച്ച് ബാക്കിലോട്ട് വരും. അപ്പോൾ അതിങ്ങനെ പെനിസൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ചില അനോമലീസ് ഉണ്ട്. അത് നമുക്ക് ചിലപ്പോൾ സ്റ്റേജ് റിപ്പയർ ചെയ്യേണ്ടി വരും. ആദ്യം നമ്മൾ പെനിസിനെ സ്ട്രെയിറ്റ് ആക്കും, എന്നിട്ട് നമ്മൾ അതേ സ്കിൻ ഉപയോഗിച്ചിട്ട് നമ്മളത് ട്യൂബ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ സർജറീസ് ഒക്കെ നമുക്ക് വരും. അപ്പോൾ അതിൻ്റെ ചില ലീക്ക് കാര്യങ്ങൾ വരും, അത് റിപ്പയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവരായിട്ട് ആക്ച്വലി നല്ലൊരു റാപ്പ് വരും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പീഡിയാട്രിക് സർജറി. ഞാൻ എപ്പോഴും അഡൽട്ട് സർജൻസിനോട് എപ്പോഴും പറയും, നമ്മൾ ഓൾവേസ് വി ആർ ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ രാവിലെ അശ്വതി പറഞ്ഞ മാതിരി സ്ട്രെസ്, ഒരു പീഡിയാട്രിക് സർജറിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ കുറച്ച് സ്ട്രെസ്സിലായിരിക്കും. പക്ഷേ ദ മൊമെന്റ് വി കം ടു ദ OP
നമ്മൾ കാണുന്നതൊക്കെ ഇപ്പം എൻ്റെ മോന് 13 വയസ്സായി. അപ്പോൾ ഇനി പിന്നെ അവനെ എനിക്ക് 5 വയസ്സിൽ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് ഒരു ദിവസം മുതൽ കുട്ടികൾ ഡെയിലി കാണുകയാണല്ലോ. അപ്പോൾ പല നമ്മൾ പിള്ളേരെ കാണുന്നു. അപ്പോൾ അവർ തമാശ പറയുന്നു, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ചിലർ ഭയങ്കര കമ്പനിയാണ്. ഈ പറഞ്ഞ പോലെ ക്രോണിക് ഇതായിട്ട് വന്നു കഴിയുമ്പോൾ അൾട്രാസൗണ്ട് ഫോളോ അപ്പ് ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് വരും. 6 മാസം കൂടുമ്പോൾ അൾട്രാസൗണ്ട് വരും. അപ്പോൾ വരുന്നത് തന്നെ ആസ്റ്ററിലെ മറ്റേ കുറേ ഡീലായിട്ട് വരിക. പാരങ്ങളുടെ ബിരിയാണി അതൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ അതിൻ്റെ കൂടെ അതുകൊണ്ട് എന്നോടൊരു ഇഷ്ടമുണ്ട്. കാരണം എന്നെ കാണാനാണല്ലോ വരുന്നത്. ആ വരുന്ന വഴിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ആവുന്നതുകൊണ്ട് നമ്മുടെ അടുത്ത് ഒരു ഹായൊക്കെ പറഞ്ഞ് പോവും. പക്ഷെ അത് ഭയങ്കര ഒരു എൻജോയിങ് ആണ്. നമ്മളത് എൻജോയ് ചെയ്ത് തുടങ്ങിയാൽ നല്ല രസമാണ്. അപ്പൊ നമ്മള് പിന്നെ സർജറിയും ഒക്കെ നമ്മൾ അതിന്റെ ആ ഒരു മൂഡിൽ നമ്മൾ അങ്ങ് എടുക്കും. ഓൾവേസ് ചോദിക്കണം എന്ന് വിചാരിക്കുന്ന കാര്യം, ഈ കുട്ടികൾ കുരുത്തക്കേട് കാണിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന എമർജൻസീസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം, ഇപ്പം കിരണാണെങ്കിലും പെട്ടെന്ന് എമർജൻസി കോൾ വരുന്നത് എന്തെങ്കിലും വിഴുങ്ങി മൂക്കിൽ എന്തെങ്കിലും തള്ളിക്കയറ്റി എന്നൊക്കെ പോലെയുള്ള സംഭവങ്ങൾ ഇത് ഭയങ്കര കോമൺ ആണ്. നമ്മുടെ കുടുംബത്തിലൊക്കെ നോക്കിയാൽ ഇതുപോലുള്ള കഥകൾ നമ്മുടെ പല അഡൽട്സിനെ കുറിച്ചും ഇതുപോലെ പറഞ്ഞു കേൾക്കാറുണ്ട്. പണ്ട് അവനൊരു ചാമ്പങ്ങയുടെ കുരു മൂക്കിലിട്ടിട്ട് എങ്ങനെയാ. ഇങ്ങനത്തെ എമർജൻസീസ് വരുമ്പോൾ പേരൻസ് എന്താ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതാണ് ആദ്യത്തെ കാര്യം. ഇത് വരുത്തരുത്. അപ്പൊ അതിൽ 2-3 സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ കടല, കപ്പലണ്ടി, ബദാം, പിസ്ത, ഈ സാധനങ്ങളുണ്ടല്ലോ, ശരിക്കും പറയുകയാണെങ്കിൽ 5 ഇയേഴ്സിന് താഴെ കൊടുക്കരുത്. കൊടുക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ചു കൊടുത്തോ കുഴപ്പമില്ല. ഈ സിംഗിൾ പീസായിട്ട് നമ്മൾ കൊടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ എയർവേയും നമ്മുടെ ഫുഡിൻ്റെ ട്രാക്റ്റും ഒരു ഇത് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ എപ്പിഗ്ലോട്ടിസ് കൊണ്ട് ഇത് വെച്ചിങ്ങനെ അടയുന്നു. അപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു. അതേയല്ല, നമ്മൾ ഇത് ഫുഡ് സ്ലിപ്പ് ചെയ്ത് പോകുന്നു, തുറക്കുന്നു, ഇത് വരുന്നു. അപ്പോൾ പിള്ളേരുടെ എയർവേ എന്ന് വെച്ചാൽ നേരെ സ്ട്രെയിറ്റ് ആണ്. ഇവിടുന്ന് ഇങ്ങനെ ബെൻഡ് ഇതൊന്നുമില്ല, നേരെ റൈറ്റ് ലെങ്ങാണ്. റൈറ്റ് ലെങ്ങിലേക്ക് തന്നെ പോകും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ബൈഫൊക്കേറ്റ് ചെയ്യും. പക്ഷേ ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. ലെഫ്റ്റ് ലെങ്ങാണ് ഇങ്ങോട്ട് ബൈഫൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനം കൊടുക്കുമ്പോൾ പിള്ളേർക്ക് അത് അത്ര എക്സ്പേർട്ട് ആയിരിക്കില്ല അവർ ഇറക്കാനായിട്ട്. ഈ സാധനം ചിലപ്പോൾ നേരെ ഉള്ളോട്ട് പോകും. അപ്പോൾ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ആ സമയത്ത് പിള്ളേർ ഭയങ്കരമായിട്ട് ചുമയ്ക്കും. ഭയങ്കരമായിട്ട് ചുമച്ച് സെറ്റിലായാലാണ് അത് ഡേഞ്ചറാണ്. സെറ്റിലാവണം എപ്പോഴാണെന്ന് അറിയോ? ഇതൊരു സ്ഥലത്തോട്ട് അങ്ങ് ഇറങ്ങി അങ്ങ് ഇരിക്കും. എന്നിട്ട് രാത്രി പിന്നെ ബ്രീത്തിങ് എനിക്ക് അങ്ങനെ ഒരു ബേബി വന്നിട്ടുണ്ട്. രാത്രി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് എഴുന്നേറ്റു. അപ്പോൾ ഉടനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുട്ടീനെ കമത്തി ഒരു കാലിൽ വെച്ച് തട്ടി കൊടുക്കുക. 1 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മളിങ്ങനെ പുറത്ത് തട്ടി കൊടുക്കുക, അങ്ങനത്തെ അത് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ കുട്ടിയാണെങ്കിൽ വയറിൽ നമ്മൾ ഹെംലിക് മാനോർ എന്ന് പറയും, വയറ് പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് പുറത്തോട്ട് വരും. അപ്പോൾ അതിൽ പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ 2 കുട്ടികൾ തമ്മിലിരുന്ന് ഇവര് ഭക്ഷണം കഴിക്കൽ എന്ന് പറയുന്നത് ഒരു സീരിയസ് സംഭവമായിട്ട് പിള്ളേരെ ചെറുപ്പത്തിലേ തന്നെ നമ്മൾ അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മോനെയും ഞാൻ ടാബ് വെച്ചിട്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഉപദേശിക്കുമ്പോൾ നമുക്ക് ഉപദേശിക്കാം. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊരു സീരിയസ് കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക അവർക്ക്. അതായത് ഇത് കൊടുക്കുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിപ്പിക്കുക. 2 ട്വിൻ പിള്ളേർ ഇരുന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അടി കൂടും. ഇത് കരഞ്ഞ് കഴിക്കുമ്പോഴാണ് പ്രശ്നം. വാശി പിടിച്ചിട്ട് തള്ളി കൊടുക്കില്ലേ, അങ്ങനെ സമയത്ത് ചിലപ്പോൾ ഈ സാധനം അപ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുറന്നിരിക്കുമ്പോൾ വിളിക്കും. ഇന്നാളൊരു കുട്ടി വന്നത് അംഗൻവാടിയിൽ ഇതുപോലെ ഫസ്റ്റ് ദിവസം അല്ലേ, എന്തോ ഇത് കൊടുത്തോണ്ടിരിക്കുക, എന്തോ ഒരു കപ്പലിന് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി അമ്മേനെ കാണാൻ വേണ്ടി കരയുന്നു, ഇതാരെ കൊടുക്കുന്നു, അതെടുത്ത് കഴിക്കുന്നു. ഇതിൽ അറിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് 2 രീതിയിൽ നമുക്ക് വരും. ചിലത് നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. ഈ പറഞ്ഞ പോലെ അപ്പം തന്നെ അവർ ഓടിക്കൊണ്ടിരും. അപ്പം നമുക്ക് അതിൻ്റെ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ എല്ലാ മദേഴ്സിനോടും പറയുന്നതാണ്, ഇത് എന്തുകൊണ്ട് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയണമെന്ന് അറിയോ? ബിക്കോസ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് പ്രൊസീജിയർ, ഇറ്റ് ഈസ് എ റിസ്കി പ്രൊസീജിയർ. ഇത് എടുക്കല് ലങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജനും നിങ്ങൾ ഈ പറയുന്ന 2 ഭീകരന്മാരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഫീൽഡാണ് ലങ്സ്. ഓൾറെഡി സർജനെ പേടിയാണ്, അനസ്തറ്റിസ്റ്റിനെ പേടിയാണ്. അപ്പോഴാണ് ലങ്ങിന്റെ ഉള്ളിൽ നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത്. അതായത് അനസ്തീഷ്യ ഡ്രഗ്സ് പോകുന്നത് ഇൻഹലേഷൻ അതിൻ്റെ ഉള്ളിലിട്ട് സർജൻ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് ഈ സാധനം വലിച്ചെടുക്കേണ്ടത്. വെരി ട്രിക്കി ബിക്കോസ് പീഡിയാട്രിക് എയർവേസ് വെരി സ്മോൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് ഫോറിൻ ബോഡി പിടിച്ചെടുത്ത് അവിടെ നമുക്കേ സ്ട്രെസ്സാണ് അത് എടുത്ത് പുറത്തെടുക്കണവരെ. കാരണം ഇത് ഈ കപ്പലിൻ്റെയൊക്കെയാണ് അത് അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചാൽ പോരില്ല. അതൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പിന്നെ അത് വെക്കാതിരിക്കുക. ഈ 9 months ആകുമ്പോഴേക്കും മൗത്തിങ് തുടങ്ങും. അപ്പോൾ ഈ മുത്ത് സാധനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് എടുത്ത് സുഖമായിട്ട് വിഴുങ്ങും. ഇതിൽ അബ്ഡമനിലോട്ട് പോണത് കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട്, അത് പിന്നെ പോട്ടേന്ന് വിചാരിക്കുക. അത് പിന്നെ അത്രയും എമർജൻസി അല്ല. ഈ പറഞ്ഞ ചൈനീസ് ടോയ്സ് പൊട്ടിച്ചിട്ട് ബട്ടൺ ബാറ്ററി ഇസ് ഡേഞ്ചറസ് കേട്ടോ. ബട്ടൺ ബാറ്ററിയിൽ നമ്മൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ബിക്കോസ് അത് ഇവിടെ ഈസോഫാഗസിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് സ്റ്റക്കായി കഴിഞ്ഞാൽ അത് ഇറോഡ് ചെയ്തിട്ട് മേജർ വെസൽസ്
ചെയ്തിട്ട് നേരെ ഫ്രണ്ടിൽ ട്രക്ക് ചെയ്യുന്നുണ്ട്, അതിലോട്ട് വരും. പിന്നെ അത് ഇറ്റ്സ് എ മെസ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ടോയ്സ്, ഡിസ്മാൻഡിൽ ചെയ്യുന്ന ടോയ്സ്, ചെറിയ ടോയ്സ്, പീസസ്, ഇതൊക്കെ നമ്മൾ ആ ഏജ് കാറ്റഗറി അനുസരിച്ചുള്ള ടോയ്സ് കൊടുക്കുക. അപ്പോൾ അത് ഒരു വലിയ കാര്യമാണ്. നമുക്കത് പിള്ളേരെ അത് നമ്മൾ ആദ്യം പിന്നെ ഈ പറയുന്ന നമ്മൾ ഇങ്ങനത്തെ പ്രൊട്ടക്റ്റഡ് അല്ലാത്ത ഇത് നമ്മുടെ പ്ലഗ്സ്, അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കഴിയുക. അപ്പൊ ഇതൊക്കെ പിള്ളേർക്ക് വീട്ടിലുണ്ടാവുന്ന ചില ഡേഞ്ചർ സാധനങ്ങൾ. അപ്പൊ ഇന്നാള് ഒരുത്തൻ ഒരു ബേബി വന്നത്, അവൻ ചെറുതൊന്നുമില്ല കേട്ടോ, അവൻ ആള് വിരുദ്ധനാണ്, 4 വയസ്സ് 5 വയസ്സുണ്ട്. ഇവൻ എന്ത് ചെയ്യുന്നത്, ഇവൻ ഈ വിസിലുണ്ടല്ലോ, വിസിൽ ഊതിക്കൊണ്ടിരിക്കും. ഇവന് കുറച്ചും ബോറടിച്ച്, ഇതിന് ഇങ്ങനെ മാത്രം ഊതുമ്പോൾ ശബ്ദം വരാൻ തിരിച്ചൊന്നും ഊതിയാക്കുന്നു. അപ്പൊ അവൻ തിരിച്ചു വെച്ചിട്ട് ഒറ്റ വലിയാണ്. പിന്നെ ഒന്നും കാണില്ല. പിന്നെ കീന്ന ശബ്ദം കേട്ട് അവൻ മനസ്സിലാവും. പിന്നെ എവിടെയാണെന്ന് അവൻ അറിയില്ല. അവൻ ഒന്നും പിന്നെ അവൻ പോയി ഒന്ന് ചുമച്ച് അവനൊന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പം എന്താ അമ്മ ചെറിയൊരു ശബ്ദം, തമാശ പറയില്ല, സിനിമയിൽ ശരിക്കും അമ്മ എന്തോ ശബ്ദം കേട്ടപ്പോൾ ഇവനോട് ചോദിച്ചു എന്താണോ ശബ്ദം വരുന്നത്. പേടിച്ചിരിക്കുന്നു. ഇവൻ അവസാനം പറഞ്ഞു അമ്മ ഞാൻ വിസിൽ കഴിക്കും. എന്നിട്ട് ചെന്ന് നോക്കുമ്പോൾ ഉള്ളിലുണ്ടായിരുന്നു. എന്നിട്ട് വിസിലെടുത്തു. ഞാനെടുത്ത സാധനങ്ങളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് സാധനങ്ങൾ കരുതിയിരിക്കും. ഇതൊരു കോമൺ സാധനമാണ് പിള്ളേർ തിരിച്ചെടുക്കുന്നത്. രണ്ടാമത്തേതാണ് ഈ കപ്പലണ്ടി മുതലായ സാധനങ്ങൾ, അത് സ്ഥിരം. പിന്നെ റെയർ ആയിട്ടുള്ള സാധനങ്ങൾ, ഈ എന്താണ് പിന്നില്ല, എന്താണ് മെത്തപ്പിന്നല്ല അവന് പറയാം, യൂപ്പിൻ പോലെ അതിൻ്റെ അറ്റത്തൊരു ഉണ്ടുണ്ട്, അതിന് മെത്തപ്പിന്ന് അവർ പറയാൻ തോന്നുന്നു. ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാവണവരൊന്ന് വായിലൊന്ന് കടിച്ചു പിടിക്കും. അത് 12-13 വയസ്സുള്ള കുട്ടിയായിരുന്നു. അപ്പൊ അത് ഈ ഒരറ്റത്ത് പോയിന്റഡ് മറ്റൊരിടത്ത് ഉണ്ടാണ്. അത് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പ്രശ്നം. കാരണം നമുക്ക് ആ ഷാർപ്പ് പിടിച്ച് വലിക്കണ്ടേ. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഇപ്പൊ റീസെന്റ് വന്ന ഒരു പയ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കുറച്ചാളായിട്ട് വയറുവേദനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നു, നമ്മളെന്താ മോഷൻ ഡയറ്റാന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്റേയിലൊന്നും കണ്ടില്ല, അങ്ങനെ പോയി. പിന്നെ അവർ വേറൊരു മൂവാറ്റുപുഴ ഒരു ഹോട്ടലിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് അവർ സീറ്റ് എടുത്തപ്പോൾ അവർ പറഞ്ഞൊരു സംശയം, അതായത് ഒരു 12 സെന്റിമീറ്റർ ഉള്ള ഒരു സാധനം അവൻ്റെ വൻകുടലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർ ഒബ്വിയസ്ലി അവർ പറഞ്ഞു അതെങ്ങനെ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, ഇപ്പം ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് അവർ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും കൂടി നമ്മുടെ അടുത്തേക്ക് വന്നു. സീറ്റിൽ നോക്കുമ്പോൾ എല്ലാവർക്കും ആർക്കും ഒന്നും ഫുൾ പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞങ്ങൾ അടിയിൽ നിന്ന് ഒരു കൊളോണോസ്കോപ്പി ചെയ്തു നോക്കി. അത് നമ്മുടെ പീഡിയാട്രിക് മെഡിക്കൽ ഗാസ്ട്രോള ഗീത മാഡം ചെയ്തു നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഒരു സാധനം, ഒരു പ്ലാസ്റ്റിക് സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ആർക്കൊന്നും എന്തോ ഒരു സാധനം അവിടെ ഉണ്ട്. അവസാനം നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്തു. ലാപ്രോസ്കോപ്പി ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ഈ ഭാഗത്തുള്ള കുടലിൽ ഒരു മരക്കുറ്റി പോലെ. ഞാൻ വെച്ചിട്ട് വേറെ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അറിയില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവസാനം നമ്മൾ ചെറുതായിട്ട് വയറൊന്ന് തുറന്ന് ഈ കുടലിൽ ഈ സാധനം പുറത്തെടുത്തുമ്പോൾ ഒരു ഫുൾ പെന്നോ. എന്നിട്ട് ഇവൻ വിഴുങ്ങിയതല്ല. അപ്പം ഇവൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇവൻ എന്തോ ഇങ്ങനെ അടിയിൽ നിന്ന് എന്തോ ചെയ്തപ്പോൾ എന്തോ ചെയ്ത് കുറച്ച് പേന കാണാതായിരുന്നു. പിന്നെ അവനത് മറന്നും പോയി. എന്നിട്ട് 1 month കഴിഞ്ഞിട്ടാണ് ഈ സാധനം കുറച്ച് വരുന്നത്. അപ്പം ഇങ്ങനെ ഈ ഫോറിൻ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള സാധനങ്ങൾ പല ഇതിലും വരാം. അപ്പം അതിൽ കറക്റ്റ് ടൈമിൽ നമ്മുടെ അടുത്തേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം. അതല്ലെങ്കിൽ പിന്നെ ന്യൂമോണിയ ആയിട്ടൊക്കെ വരും. പിന്നെ നമ്മുടെ അടുത്ത് നോക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മതത്തിനും ഞാൻ പറയും ദയവേത് ആദ്യം അവൈലബിൾ ആക്കരുത്. അതാണ് ആദ്യത്തെ കാര്യം. അത് വന്നു പോയി കഴിഞ്ഞാൽ ഉടനെ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക. കാരണം എക്സ്റേ എടുത്തിട്ടോ സീറ്റ് എടുത്തിട്ടോ കാര്യമില്ല. ഒരു ഹിസ്റ്ററി മദർ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ നോക്കി തന്നെ അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. ബാക്കി എന്ത് ടെസ്റ്റ് ചെയ്താലും കണ്ട് ബോധ്യപ്പെടുന്ന അത്ര വരില്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി സസ്പീഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ ഒരു കഥയും കൂടി ഓർമ്മ വന്നു. നമ്മുടെ മറ്റേ ഇതില്ലേ എന്താണ് സീതാഫലിൻ്റെ കുരു, അതെങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് അറിയാം. അതെന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞ മദറിൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓൾവേസ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ പീഡിയാട്രിക് സർജറി നമ്മൾ ക്ലൂസ് ആണ്. നമുക്ക് പിള്ളേരൊന്നും പറയില്ലല്ലോ, ജസ്റ്റ് ലൈക്ക് എ വെറ്റിനറി മെഡിസിൻ. നമ്മൾ സിംറ്റംസും ഹിസ്റ്ററിയും വെച്ചിട്ടാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അപ്പം മദേഴ്സ് പറയുന്ന ഹിസ്റ്ററി ഓൾവേസ് റെലവൻറ്റ്. അപ്പോൾ അവർ ഇതെന്ന് വെച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു എന്താ പറയുക, ഒരു സ്കൂട്ടറിൻ്റെ അവിടെ അമ്മ അതിൻ്റെ മുകളിൽ സീതാഫലം വെച്ചിരിക്കുന്നു, കുട്ടീൻ്റെ മുകളിൽ ഇരിക്കുന്നു, അമ്മ അവിടെ ഇരുന്നു. എന്തോ ഇവനെടുത്ത് നിലത്തിട്ടു, അമ്മ കുനിഞ്ഞതെടുത്തു. ഇത്ര സംഭവിച്ചിട്ടുള്ളൂ. അതിനിടയിലെടുത്ത് വിഴുങ്ങി. ചുമ അങ്ങനെ ചെറുതായിട്ടൊന്ന് ചുമച്ചു. പിന്നെ അമ്മേനോട് ചോദിച്ചു. അമ്മ പറഞ്ഞു സാർ എനിക്ക്. അപ്പം അമ്മയാണ് പറഞ്ഞത്, അമ്മ പറഞ്ഞത് ഇവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് തന്നെ അമ്മ പറയണത്. പക്ഷെ ആ സാധനം അവിടെ കണ്ടില്ല, അത് കാണുന്നില്ല. ഞാനത് ഡോക്ടറെ ഒരു മിനിറ്റ് എൻ്റെ ശ്രദ്ധ തെറ്റിയിട്ടുണ്ട്, ഞാൻ താഴെ പോയി എടുത്ത് വെച്ചു. സത്യമായിരുന്നു. ആ ഒരൊറ്റ ഹിസ്റ്ററിയിലാണ് ഞാൻ ബ്രോങ്കോസ്കോപ്പി ചെയ്തത്. കണ്ടുപിടിച്ചു കുരു, സീതാഫലിൻ്റെ കുരു. ഇതാണ് ദിസ് ആർ ഓൾ ലൈക്ക് നമ്മുടെ എന്താ പറയുക, നമ്മളിങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങളിതിൻ്റെ മറ്റേ എൻ്റെ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഗോഡ്സ് ക്രിയേഷൻ, ബെസ്റ്റ് ക്രിയേഷൻ നമ്മൾ പറയും ചിൽഡ്രൻ. അപ്പോൾ അവരെ നമ്മൾ
പ്രൊട്ടക്ട് we should ചെയ്യാന്നുള്ളത്. protect them. അതാണ്. കുട്ടികൾ വോമിറ്റ് ചെയ്യുന്നത് ഭയങ്കര സാധാരണമാണ്. അപ്പം പക്ഷെ ഇത് ഏത് പോയിന്റിലാണ് ഇതൊരു റെഡ് ഫ്ലാഗ് ആവുന്നത്? നമ്മൾ എപ്പോഴാണ് അറ്റൻഷൻ കൊടുക്കേണ്ടത്? യെസ്, അത് ഇതുപോലെ ഒരു സർജിക്കൽ ടോപ്പിക്കാണത് കുട്ടികളുടെ. ഓക്കെ. അപ്പം ഞാനിതെല്ലാം ഞാൻ ഈ സാറുമാർ പറഞ്ഞ കേട്ടോ കോട്ട് ചെയ്യുന്നത്. അതായത് വോമിറ്റിംഗ് ഈസ് ബർത്ത് റേറ്റ് ഓഫ് എ ചൈൽഡ്. ഓക്കെ. ഗ്രീനിഷ് വോമിറ്റിംഗ് ഈസ് ഓൾവേസ് എ റെഡ് സിഗ്നൽ. അതാണ് ഇതിൻ്റെ ബേസിക് ഫണ്ട. ഓക്കെ. വോമിറ്റ് ചെയ്യും കുട്ടികൾ, അത് തട്ടിക്കൊടുക്കും, ഗ്യാസ്, പല കാര്യങ്ങളും. പക്ഷെ ഒരു ന്യൂ ബോൺ, ഞാൻ പറഞ്ഞ ഒരു വിതിൻ ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ ഗ്രീനിഷ് വോമിറ്റിംഗ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എ പ്രോബ്ലം. അപ്പോൾ ഗ്രീനിഷ് വോമിറ്റിംഗ് ഇൻ എ ന്യൂനേറ്റ്, ഞാൻ പറഞ്ഞ 1 മന്തിന് താഴെ എന്ന് വിചാരിച്ചു, 28 days ആണ് എന്താ പറയുക നമ്മുടെ കറക്റ്റ് പറയുകയാണെങ്കിൽ, പക്ഷേ ലെസ് ദാൻ 1 month. When a baby has a greenish vomiting, it is surgical unless proved otherwise. അതാണ് അതിൻ്റെ ബേസിക് കാര്യം. കാരണം അങ്ങനെ വരരുത്. അങ്ങനെ ബൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ഒരു ഡ്യൂർണം എന്ന് പറഞ്ഞ പാട്ടുണ്ട്, അവിടെയാണ് ഈ ലിവറിൽ നിന്ന് വരുന്ന ബൈലിൻ്റെ കണക്ഷൻ. അപ്പോൾ അവിടെ നിന്ന് ബൈൽ താഴേക്ക് ഒഴുകി പോകണം. ഓക്കെ. ഈ ബൈല് സ്റ്റൊമക്കിലോട്ട് വന്ന് വോമിറ്റ് ചെയ്യണമെങ്കിൽ ദർ ഇസ് സം ഒബ്സ്ട്രക്ഷൻ ഡൗൺ. മനസ്സിലായി. അതാണ് ബേസിക് ഫിസിക്സ്. വാട്ടർ ഷുഡ് ഫ്ലോ ഡൗൺ, വെൻ ദർ ഇസ് ഒബ്സ്ട്രക്ഷൻ ഇറ്റ് വിൽ കം ഔട്ട്. അപ്പോൾ അതിൽ ന്യൂ ബോൺ ടൈമിലുള്ള കുറച്ച് കണ്ടീഷൻസ് നമുക്ക് നേരത്തെ തന്നെ നിയോനറ്റൽ ഡോക്ടർമാരോ അല്ലെങ്കിൽ നമുക്ക് ആൻറ്റിനേറ്റൽ സ്കാനിലേ മനസ്സിലാവും. കുറേ അട്രീഷ്യസ് എന്ന് പറയും, അതായത് ഇങ്ങനെ കുടൽ വളരാത്ത കണ്ടീഷൻസ് ഉണ്ട്, ജെജുനൽ അട്രീഷ്യ, ഇലിയൽ അട്രീഷ്യ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ്. അപ്പോൾ അതാണ് നമ്മുടെ സർജൻ്റെ മെയിൻ, നമ്മൾ ഈ പറഞ്ഞ ഇത് വർക്കാണ്. നമ്മളത് കട്ട് ചെയ്ത് ആ ഭാഗം നമ്മൾ കുടൽ നമ്മൾ തുന്നി വെച്ച് കൊടുക്കുന്നു. പക്ഷേ ഇതിൻ്റെ ക്ലൂ കംസ് വിത്ത് നമ്മൾ ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് നിയോനറ്റൽ ഡോക്ടർമാർക്ക് ഫീഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. മൂക്കിലിട്ട ട്യൂബിൽ നിന്ന് പച്ച വരാൻ തുടങ്ങും, എക്സ്റേയിൽ ചില ഫൈൻഡിങ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ദാറ്റ് വോമിറ്റിംഗ് ഇസ് എ പ്രോബ്ലം. അതും ഞാനൊരു മദറിനെ ഭയങ്കരമായിട്ട് എനിക്ക് അപ്രിഷിയേഷൻ കിട്ടി. അത് വേറെ കാര്യം. മദർ ഇങ്ങോട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. ബിക്കോസ് ദാറ്റ് മദർ ആക്ച്വലി ഡെലിവറി ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്തിട്ട് ഈ മദർ പറഞ്ഞത് എനിക്ക് എന്തോ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, അതാണ് ഞാൻ പറഞ്ഞത്, വൊമിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും തട്ടിക്കൊടുക്കുക ഗ്യാസ് എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ മദർ ഇങ്ങനെ 4 ദിവസമായിട്ട് മദർ പറഞ്ഞാൽ ഇത് എന്തോ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെറ്റേണൽ ഇൻസ്റ്റിങ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം, നമ്മൾ പിക്ക് ചെയ്യാൻ വേണം. അപ്പോൾ ഇത് ഞാൻ ഈ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കേൾക്കും. അപ്പം ഈ മദർ എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സാർ അത് അങ്ങനെയാണ് ഇങ്ങനെ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു, അല്ല ഡോക്ടർ നമുക്ക് എക്സ്റേ എടുക്കണം, എന്തോ പ്രശ്നം എടുത്താൽ ഗ്യാസ് അല്ല. എന്നിട്ട് 5-6 ദിവസം 6-7 ദിവസം കണ്ടായി കഴിഞ്ഞിട്ട് ഇവരെ ആക്ച്വലി വീട്ടിൽ വിട്ടു. കുഴപ്പമില്ലാന്ന് പറഞ്ഞു വിട്ടു. പിന്നെ വീട്ടിൽ നിന്ന് വോമിറ്റിംഗ് ആയിട്ട് തിരിച്ചു വന്നു. മേ ബി ഒരു 10 days അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ 10 പോസ്റ്റ്നേറ്റൽ ഡേയിൽ വന്ന് തിരിച്ചു വന്നിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല അത് കുറച്ച് മഞ്ഞൊക്കെ കാണുന്നുണ്ട്, നോർമലല്ല. അവൻ എക്സ്റേ എടുത്തപ്പോൾ അബ്നോർമൽ ഗ്യാസ് പാറ്റേൺ കണ്ടു. അപ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് റെഫർ ചെയ്തു. അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ കുടൽ തിരിയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, മാൽ റൊട്ടേഷൻ എന്ന് പറയും. നമ്മുടെയൊക്കെ കുടൽ ഒരു പ്രത്യേക രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് ഓർഗൻ. ഇതെല്ലാം കൂടി ഇതിനുള്ളിലോട്ട് ഇങ്ങനെ നമ്മൾ സാരി മടക്കുന്ന പോലെ ഇങ്ങനെ കറക്റ്റ് ഞൊറിഞ്ഞ് വെച്ചേക്കാണ്. അതും ആൻറ്റിനേറ്റൽ ടൈമിൽ നടക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ ഈ ഫിക്സേഷൻ, അപ്പോൾ പശുതി ഇങ്ങനെ നമ്മൾ ഓടി നമ്മുടെ കുടൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണെങ്കിൽ ഇത് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കണമല്ലോ. അല്ലെങ്കിൽ ഈ സാധനം ഇത് ഇത്രയും ഇത്രയും മീറ്റർ കണക്കിനുള്ള സാധനം ഇത് എങ്ങനെ ഫിക്സ് ആയി ഇരിക്കുന്നു. അപ്പോൾ ആ ഫിക്സേഷൻ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അത് ഈ ചില കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടന്നിട്ട് ഇത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ മിഡ്ഗട്ട് ബോൾഡസ് എന്ന് പറയും. അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്മോൾ ബോളിൻ്റെ അബ്സോർപ്ഷൻ ഇതൊക്കെ നടക്കുന്ന പാർട്ട് അങ്ങ് ട്വിസ്റ്റ് ആവും. ട്വിസ്റ്റ് ആയി കഴിയുമ്പോൾ ഒന്ന് ലൂമൻ ബ്ലോക്ക് വരും, പിന്നെ അതിൻ്റെ വാസ്കുലാരിറ്റിയും ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ അത്രയും കുടലങ്ങ് പോകും. മിഡ്ഗട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സർവൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലൂ ആണ് ഈ വോമിറ്റിംഗ്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആ മദറിന് നോക്കിയപ്പോൾ ദാറ്റ് ബേബി ഹാഡ് മാൽ റൊട്ടേഷൻ. എന്നിട്ട് നമ്മൾ വന്നു, അതിൻ്റെ കറക്റ്റീവ് സർജറി നമ്മൾ ചെയ്തു കൊടുത്തു. ബേബി വെൻറ്റ് വെൽ. മദർ റോട്ട് 2-page അപ്രിഷിയേഷൻ ലെറ്റർ. അതിപ്പോൾ ഞാൻ എൻ്റെ സാറിനെ അയച്ചു കൊടുത്തു, സേതു സാറിനെ അപ്പം തന്നെ അയച്ചു കൊടുത്തു. അത്രയും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് നമുക്ക് ഇത് ഓരോ ഡോക്ടേഴ്സിനും ഓരോ രീതിയിലെ സന്തോഷം കിട്ടുക. എനിക്കിതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതിപ്പോൾ ഞാൻ ആ ലെറ്റർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബിക്കോസ് അത് നമുക്കത് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനൊരു വേർത്ത് ഇല്ല ആ ലെറ്ററിന്. അപ്പം ആ കുട്ടീനെ അവൻ്റെ ഫ്യൂച്ചർ നമ്മൾ സ്റ്റഡിയാക്കി കൊടുത്തു. അത് മിസ് ചെയ്തിരുന്നെങ്കിൽ അവന് ദർ ഇസ് നോ ഫ്യൂച്ചർ. അപ്പോൾ അതാണ് ഈ വോമിറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഗ്രീനിഷ് വോമിറ്റിംഗ്, ഈ മാൽ റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇതിൽ
ഏറ്റവും ഡേഞ്ചറസ്. അപ്പോൾ അതുകൊണ്ട് വോമിറ്റിങ്ങിൻ്റെ പല ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ വോമിറ്റിംഗ് വരുന്നത് ഇപ്പോൾ അപ്പൻഡിക്സ് വോമിറ്റിംഗ് ആയിട്ട് വരാം. പിന്നെ വേറൊരു കണ്ടീഷനും പിള്ളേരിൽ മിസ്സായി പോകുന്നതാണ് ഈ ഇൻഡ്യൂസെപ്ഷൻ എന്ന് പറയും, കുടൽ കുരുക്കെന്ന് പറയും മലയാളത്തിൽ. അതായത് അത് ഈ ഒരു 7 മാസം 8 മാസത്തിൽ കാണുന്നതാണ്. അതായത് എന്താ വെച്ചാൽ നമ്മൾ ഈ വീനിങ് സ്റ്റാർട്ട് ചെയ്യല്ലോ, വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുതിയ ഫുഡ് ചെല്ലുമ്പോൾ ബവല് കുറച്ച് മിസ്ബിഹേവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വോളിലുള്ള ലിംഫ് നോട്ട്സ് ഒക്കെ ചെറുതായിട്ടൊന്ന് വലുതായിട്ട് ഈ ചെറുകൂട് നമ്മുടെ ടെർമിനൽ ഇല്ല എന്ന് പറയും. അതായത് നമ്മുടെ സ്മോൾ ബവൽ ലാസ്റ്റ് പാർട്ട് വന്നിട്ടാണ് ലാർജ് ബവലോട്ട് വരുന്നത്. ആ സ്ഥലത്ത് ചെറിയ ചേഞ്ചസ് വരും. എന്നിട്ട് ഈ സ്മോൾ ബവൽ നേരെ ലാർജ് ബവലിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറി. അപ്പോൾ ബോഡിയിൽ ഏത് ലൂമൻ ഒബ്സ്ട്രക്ഷൻ വന്നാലും ഫസ്റ്റ് സൈൻ ഈസ് വോമിറ്റിംഗ്. അപ്പോൾ കുട്ടി നിർത്താതെ കരയും, വോമിറ്റിംഗും ഉണ്ടാവും. അപ്പം മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് വോമിറ്റിംഗ് ചിലപ്പോൾ ഈ 6-7 മന്ത്സിൽ വരുമ്പോഴും ഈ ഞങ്ങളുടെ മനസ്സിലുള്ള രണ്ട് കാര്യമാണ്. ഒന്ന് ഈ മാൽറോട്ടേഷൻ ആണോ, പിന്നെ ഇൻഡ്യൂസെപ്ഷൻ ആണോ. എപ്പോഴും കരയണമെന്നില്ല. അപ്പോൾ അതും ഒരു ഇതുപോലെ നമ്മൾ മിസ്സായി പോകണം. അതെന്ന് വെച്ചാൽ മിസ്സായി കഴിഞ്ഞാൽ അതെന്താ പ്രശ്നം വെച്ചാൽ വോമിറ്റിംഗ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മുടെ ആസ് യൂഷ്വൽ ഭക്ഷണത്തിലേക്ക് നമ്മൾ മാറ്റും. ചെറിയ ന്യൂ ബോൺസിന് വെക്കില്ല, വലിയ കുട്ടികൾ വരുമ്പോൾ നമ്മൾ ഭക്ഷണത്തിലേക്ക് മാറ്റും. ലൂസ് മോഷൻ ഉണ്ടാവും, ഇതൊക്കെ ഇതിൽ വരും. ബ്ലഡ് ഇൻസ്റ്റ്യൂൾസ് വരും, വോമിറ്റിംഗ് വരും. അപ്പോൾ ഇത് നമ്മൾ മിസ്സാവും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുടൽ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ അതും ഇതുപോലെ നമ്മൾ അതും ഒരു വോമിറ്റിങ്ങിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്. അപ്പൻഡിക്സും ചിലപ്പോൾ വോമിറ്റിംഗ് ആയിട്ട് വരാം. ഫസ്റ്റ് അപ്പൻഡിക്സിൻ്റെ ലൂമൻ ബ്ലോക്ക് ആകുമ്പോൾ ഫസ്റ്റ് ബേബീസ് വിൽ സ്റ്റാർട്ട് വോമിറ്റിംഗ്. ദെൻ ഇത് പെയിൻ വരും ഇവിടെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫീവറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വോമിറ്റിങ്ങിന് എപ്പോഴും മദേഴ്സ് ശ്രദ്ധിക്കേണ്ടത് മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ എല്ലാ 4 മാസം 5 മാസം ഇങ്ങനെ വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡൈ സ്റ്റഡി ഉണ്ട്, വേരിയൻ സോളോ അല്ലെങ്കിൽ വേരിയമീൽ ഫോളോ. ജസ്റ്റ് ഒന്ന് ആ ഡൈ ഒന്ന് ഇട്ടൊന്ന് കുടലിൻ്റെ കെടുപ്പ് കറക്റ്റാണോ, ഫിക്സേഷൻ കറക്റ്റാണോ എന്നുള്ളത് നോക്കുക. ബാക്കി വോമിറ്റിംഗ് ഒക്കെ കുറേ കോസുകൾ വേറെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇത്ര ഈവൻ ബ്രെയിൻ ട്യൂമർ ക്യാൻ കോസ് വോമിറ്റിംഗ്. ഞാൻ പറഞ്ഞ വോമിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. പക്ഷെ നമ്മളിപ്പോൾ ജസ്റ്റ് സർജിക്കൽ വോമിറ്റിംഗ് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ പെയിൻ അബ്ഡോമനായിട്ട് വരുന്നു, അതിന് വോമിറ്റിംഗ് വരുന്നത് ചിലപ്പോൾ അപ്പൻഡിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡ്യൂസെപ്ഷൻ ആയിരിക്കാം. അപ്പോൾ ഏജ് നോക്കിയിട്ട് കുട്ടികളെ നോക്കിയിട്ട് അത് തീരുമാനിക്കുക. ഗ്രീനിഷ് വോമിറ്റിംഗ് ഓൾവേസ് അത് എന്തായാലും ഒരു സർജനെ കാണിക്കുക, അല്ലെങ്കിൽ പീഡിയാട്രിഷനെ കാണിച്ച് സർജിക്കൽ അല്ലാന്ന് ഉറപ്പാക്കണം. കുട്ടികൾ ഇതുപോലെ പല പെയിനും പറയുമ്പോൾ നമ്മൾ അടവാണ്, കള്ളത്തരമാണ്, അല്ലെ വയറുവേദന ഒക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര കോമൺ ആയതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ട്? എൻ്റെ മകൻ പോലും അത് വെരി ഡിഫിക്കൽട്ട്. ഞാനത് ഇതെന്ന് വെച്ചാൽ കുറച്ച് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാത്തിനും സ്കാൻ ചെയ്യാൻ പോകേണ്ടി വരും. വെരി സി നമുക്കിപ്പോൾ ലൈഫിൽ നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതൊരു ഓവറോൾ പറയാനേ നമുക്ക് പറ്റുള്ളൂ. അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനപ്പോൾ 2-3 ബേസിക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലാസിക്കൽ അപ്പൻഡിക്സ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വോമിറ്റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഫുഡ് വേണ്ടാന്ന് പറയുന്നു, പെട്ടെന്നായിരിക്കും വരിക. നല്ല ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ആശാൻ അങ്ങ് സൈഡാവും. ഈ സ്കൂളിൽ നിന്ന് വരുമ്പോഴും സ്കൂളിൽ പോണ സമയത്ത് വരുമ്പോഴാണ് ഏറ്റവും പ്രശ്നം. അപ്പോൾ അത് നമുക്ക് അറിയില്ല, നമ്മളിത് സ്കൂളായിട്ട് കോറിലേറ്റ് ചെയ്യും. പിന്നെ അവൻ്റെ കുറ്റം കൊണ്ടല്ലോ, രാവിലെ 6 മണിക്ക് അവന് പെയിൻ വന്ന് എന്ത് ചെയ്യും, അപ്പം നമ്മൾ മറ്റേലോട്ട് വയ്ക്കും, ഇത് സ്കൂളിൽ പോവാത്തതിൻ്റെ. അപ്പോൾ അതിൽ ആകെയുള്ളത് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില കുട്ടികൾ ആദ്യം പൊക്കിളിൻ്റെ ചുറ്റുമാണ് പെയിൻ പറയുക. അത് കഴിയുമ്പോൾ അത് മൈഗ്രേറ്റ് ചെയ്തിട്ട് റൈറ്റ് ലോവർ അബ്ഡോമിനിലോട്ട് വരും. പിന്നെ ബേസിക്കായിട്ട് അപ്പൻഡിക്സിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻഡിക്സിൻ്റെ പെയിൻ എപ്പോഴും മുകളിലോട്ടായിരിക്കും. ബിക്കോസ് ഇറ്റ് വിൽ ജസ്റ്റ് കീപ്പ് ഓൺ ഇൻക്രീസിങ്. ആ സമയം കഴലുകൾ വരുന്ന ഒരു മിസെൻട്രിക് അഡ്നൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പനിയും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറിയ കുക്കിൾ ഈ സൈഡിൽ വരും. അത് എല്ലാ സ്കാനിൽ നോക്കിയാലും ഒരുതരം പിള്ളേർക്കൊക്കെ ഉണ്ടാവും. അത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് അങ്ങനെ നിൽക്കും, പെയിൻ കൂടില്ല. പക്ഷേ ഇതിലാവുമ്പോൾ ചിലപ്പോൾ അവർക്ക് വിശപ്പുണ്ടാവില്ല, പിന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഗട്ടറൊക്കെ ചാടും ആശാന് പെയിൻ വരും. അപ്പോൾ അത് അപ്പൻഡിക്സ് ഇൻഫ്ലെയിംഡ് ആയിട്ട് വയറിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഈ പെയിൻ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതുവരെ ജനറലി എല്ലാ പെയിനും പൊക്കിളിൽ ചുറ്റും വരും. ഈവൻ കോൺസ്റ്റിപ്പേഷൻ പോലും അത് കോമൺ കോസ് ഓഫ് പെയിൻ ആണ് ശരിക്കും, കോൺസ്റ്റിപ്പേഷൻ, സാധാ കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ അത് പെയിനിൻ്റെ ഒരു കോസാണ്. അപ്പോൾ അത് നമുക്ക് അപ്പോൾ പൊക്കിളിൻ്റെ ചുറ്റും തന്നെ വരിക. പക്ഷെ അതിൽ നിന്ന് അപ്പൻഡിക്സിനെ മാറ്റുന്നത് ഒന്ന് ഈ പറഞ്ഞ പോലെ പെയിൻ ഈ സൈഡിലേക്ക് കറക്റ്റായിട്ട് പറയും, നടക്കാൻ പറ്റില്ല, ചാടുമ്പോൾ പെയിൻ, ചുമയ്ക്കുമ്പോൾ പെയിൻ, അങ്ങനത്തെ കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ പിന്നെ പോയിട്ട് അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. പിന്നെ ആൺകുട്ടികളാണെങ്കിൽ ടെസ്റ്റിസ് ടോർഷൻ വരാം. ട്വിസ്റ്റ് വന്നു കഴിഞ്ഞാൽ റൈറ്റ് ടെസ്റ്റിസ് ടോർഷൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അപ്പൻഡിക്സ് പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊരു പോസിബിലിറ്റി. പെൺകുട്ടികൾക്കാണെങ്കിൽ ഓവറി വരാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ ഒരു കുട്ടി പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് പെയിൻ പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എല്ലാ കുട്ടികൾക്കും നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തൊട്ടൊക്കെ നോക്കും, വലിയ കുഴപ്പമില്ലെങ്കിൽ മദേഴ്സിനോടും പാരൻസിനോടും ഫാദേഴ്സിനോടും ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, 1 വീക്ക് ഒന്ന് നോക്കൂ. സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് സെറ്റിലിംഗ്, then get അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് ഇസ് സേഫ് ഇൻവെസ്റ്റിഗേഷൻ ബിക്കോസ് ദർ ഇസ് നോ റേഡിയേഷൻ. അതാണ് എനിക്ക് CT-നോടുള്ള ദേഷ്യം. പിള്ളേരുടെ ദയവ് ഇത് വെറുതെ പോയി CT എടുക്കരുത്. ഹെവി ഡോസ് ഓഫ് റേഡിയേഷൻ ഗോയിങ് ഇൻ, സ്പെസിഫിക് ഇൻഡിക്കേഷൻ ഉണ്ട്. പല പാരൻസ് നമ്മൾ നിർബന്ധിക്കും, എന്താ സാർ CT എടുക്കാത്തതെന്ന്.
ഓക്കെ. സാറ് നിങ്ങളുടെ കുട്ടികളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് CT പറയാത്തത്. CT എടുക്കണം, CT വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. ദർ ആർ സർട്ടൺ സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ഫോർ ടേക്കിംഗ് CT. ഇപ്പോൾ അപ്പൻഡിക്സ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നു, കൗണ്ട്സ് കൂടുതലാണ് പക്ഷേ അൾട്രാസൗണ്ടിൽ കാണുന്നില്ല, പക്ഷെ തൊടുമ്പോൾ പെയിൻ ഉണ്ട്, അപ്പോൾ വി ആർ മിസ്സിങ് സംതിങ്. അപ്പം നമ്മൾ ചിലപ്പം CT എടുത്ത് നോക്കും. അല്ലാതെ നമ്മൾ ഓടിപ്പോയിട്ട് ഒരു പെയിൻ വന്നു അപ്പം തന്നെ പോയിട്ട് CT എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നല്ലൊരു റേഡിയോളജിസ്റ്റിന് നല്ലൊരു അൾട്രാസൗണ്ട് വെച്ച് തന്നെ ഒരുവിധപ്പെട്ട അബ്ഡമനിലുള്ള എല്ലാ പെയിൻ കണ്ടീഷൻസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, CT ഈസ് എ ഗുഡ് ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ ഒരു പീഡിയാട്രിക് പെയിൻ അബ്ഡമൻ സർജിക്കൽ കോസ് കണ്ടുപിടിക്കണമെങ്കിൽ നല്ല രീതിയിലൊരു എക്സാമിനേഷനും ബ്ലഡ് ടെസ്റ്റും ഒരു നല്ലൊരു അൾട്രാസൗണ്ടും ഉണ്ടെങ്കിൽ 90% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളിങ്ങനെ ഒരു സർജിക്കൽ പ്രോസസ്സിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കമല ഒരാഴ്ച അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടോ. അപ്പോൾ അവൾക്ക് പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ തന്നെ ഒരു ഫിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു സർജിക്കൽ പ്രോസസ്സിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന കുട്ടികൾ അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സപ്പോർട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? നമ്മൾ അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ ഞങ്ങളൊരു മാനേജർ ഉണ്ട്, സനീഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആള് ഈ പീക്കു എന്ന് പറഞ്ഞിട്ടൊരു ഒരു പരിപാടി ഉണ്ട് അവിടെ. അതായത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ മജീഷ്യൻ പരിപാടിക്ക്, പിന്നെ നമ്മളിപ്പോൾ സർജറി കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പോയി ഗിഫ്റ്റ് കൊടുക്കുക, പിന്നെ അവർക്ക് വരയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അങ്ങനെ ഒരു എന്താ പറയുക ഒരു പീഡിയാട്രിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അവരെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. പിന്നെ ഒരു പരിധി കൂടുതൽ ബുദ്ധിമുട്ടാണ്, കാരണം അവർക്ക് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ കുറച്ച് നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചില മാസ്ക് ഒക്കെ വെച്ച് പോയി എക്സാമിൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ നെവർ ഡു പ്രൊസീജിയർ ഇൻ മൈ OP റൂം. മുമ്പ് ഞാൻ അങ്ങനെയായിരുന്നു, പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി പിള്ളേർക്ക് ഭയങ്കര ട്രോമയാണത്. ബിക്കോസ് എൻ്റെ OP-ലോട്ട് വരുമ്പോൾ അവനെ തന്നെ അവിടെ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഞാൻ അവനെ എന്തെങ്കിലും ട്യൂബ് ഇടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവനത് ഭയങ്കരമായിട്ട് കോറിലേറ്റ് ചെയ്യും. അപ്പോൾ അവനത് പിന്നെ റൂമിൽ കയറില്ല. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ OP എന്ന് വെച്ചാൽ വെറും ചിൽ, വെറും എന്തെങ്കിലും തമാശയൊക്കെ പറയുക, പിള്ളേരെ ഇതാക്കുക, കളിപ്പിക്കുക, ചിരിപ്പിക്കുക. എന്നിട്ട് ഇതേ ഞാൻ തന്നെ മറ്റൊരു മുഖമായിട്ട് അപ്പുറത്തേലും. പിന്നെ കുറച്ച് ഞങ്ങൾ വേറെ ആൾക്കാർക്ക് ഇത് ചെയ്ത് കൊടുക്കും, എന്താ സബ്ലെറ്റ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ സിസ്റ്റർമാരാണെങ്കിൽ ചില പ്രൊസീജിയർ ചെയ്യും, ചിലപ്പോൾ ജൂനിയർ ഡോക്ടർ ചെയ്യും. അപ്പം അറ്റ്ലീസ്റ്റ് പിള്ളേർ പെട്ടെന്ന് മറക്കും കേട്ടോ. പിള്ളേർക്ക് ഇതൊന്നും ഓർമ്മയുണ്ട്, നാളെ പിറ്റേ ദിവസം വരെ അവൻ ആരാ ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടാവും. പക്ഷെ ആ സമയം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാനൊരു പ്രൊസീജിയർ റൂം ആക്കിയിട്ട് അവനെ അപ്പുറത്ത് കൊണ്ടുപോയി ചെയ്തിട്ട് പിന്നെ നമ്മൾ വേറെ നല്ല ഒരു എന്താ അവൻ്റെ മുഖത്ത് നല്ലൊരു ഇമേജ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവർക്ക് ട്രോമറ്റൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് അതും പ്രത്യേകിച്ച് ഇതാണ് ഗേൾസിനെ എക്സാമിൻ ചെയ്യണതും അതൊക്കെ ചെയ്യുമ്പോൾ അവർ പ്രൈവറ്റ് പാർട്സ് നോക്കുകയാണ്, അബ്ഡമൻ നോക്കുകയാണെങ്കിൽ ഓൾവേസ് നമ്മൾ ഒന്ന് മദർ ഉണ്ടാവണം, പിന്നെ ഒരു ഫീമെയിൽ സ്റ്റാഫ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അങ്ങനത്തെ കാര്യം അപ്പോൾ അവർക്കൊരു പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ പാവം ബോയ്സ് ആണ് പെടുന്നത്. അതെന്ത് 6 വയസ്സുകാരന് പ്രശ്നമില്ലേ? 6 വയസ്സ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും. 6 വയസ്സുകാരന് നിങ്ങൾ ട്രൗസർ ഊരി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഒരു കുട്ടി അവൻ ലേഡി ഡോക്ടറിനെ പുറത്താക്കിയിട്ട് അവൻ ട്രൗസർ ഊരിയത്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ പ്രൈവസി നമ്മളിങ്ങനെ കുട്ടികളൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? സേഫ് ടച്ച് അൺസേഫ് ടച്ച് ഒക്കെ പറഞ്ഞ് അത് ബോയ്സ് ഗേൾസ് ആർ ഈക്വലി ഇമ്പോർട്ടന്റ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ബോയ്സിനെ മാത്രം നമ്മൾ അവൻ അവിടെ ചട്ടൂരിലാണ്, അപ്പൊ അവന്റെ ഇത് പ്രശ്നമല്ലേ? അപ്പൊ അതുപോലെ അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പൊ സർജിക്കൽ കഴിഞ്ഞ് വരുന്ന ബേബീസിനും എല്ലാ ബേബീസും നമ്മൾ അവിടെ കോമൺ ആയിട്ടുള്ള ഒരു ഇത് വെക്കുന്നു. പിന്നെ അവരങ്ങ് എന്താ പറയുക, അത് സർജിക്കൽ എല്ലാത്തിനും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റില്ല ബേബീസിനെ. പക്ഷെ എന്നാലും കുറച്ചൊക്കെ നമുക്ക് അവരെ മാറ്റി ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം. എനിക്ക് 12th പഠിക്കുന്ന സമയത്താണ് അപ്പൻഡിക്സിന് സർജറി ചെയ്തത്. അന്ന് ചെയ്ത സമയത്ത് ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലെ ചേച്ചി വന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, ഈ പ്രായത്തിലൊക്കെ സർജറി ചെയ്ത് ഈ കൊച്ചിന് നാളെ ഇന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ, ഇതിന് നാളെ പ്രസവിക്കാൻ പറ്റുമോ, ഇതിൻ്റെ വയറെല്ലാം ഇപ്പം തന്നെ കീറല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ പല വേർഷൻസ് നമ്മൾ ഇന്നത്തെ കാലത്ത് കേൾക്കാറുണ്ട്. ഇത്ര ചെറുപ്പത്തിലൊക്കെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ വളർച്ചയെ തന്നെ അത് ബാധിക്കും, ഈ മരുന്നൊക്കെ കുത്തിവെച്ചാൽ വളർച്ച മുരടിച്ചു പോകും. ഇതിനോടൊക്കെ എങ്ങനെയാണ് ഡോക്ടറിന് പ്രതികരിക്കാറുള്ളത്? അതിന് പ്രതികരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സർജറി ചെയ്ത കുട്ടികളൊക്കെ വളർന്ന് നല്ലപോലെ വലുതായിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേത് എന്തായാലും അശ്വതി അത് പറഞ്ഞ സ്ഥിതിക്ക് അശ്വതി വയറ് കീറി ഓപ്പറേറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ല. ഇപ്പൊ നമുക്ക് ആക്ച്വലി ഇപ്പൊ എല്ലാം ലാപ്രോസ്കോപ്പിക് എന്നിട്ടും ഇതും പ്രശ്നമാണ്. ഇതെന്ന് വെച്ചാല് നമുക്ക് ഈ പറഞ്ഞ ചെറിയ പിള്ളേരിൽ പോലും നമുക്കിപ്പോൾ വളരെ ഫൈൻ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പോൾ വളരെ ചെറിയ കുട്ടികൾക്ക് പോലും നമുക്കിപ്പോൾ താക്കോൽ ദൂര ശസ്ത്രക്രിയ ചെയ്യാം, ലാപ്രോസ്കോപ്പിക് സർജറി. റോബോട്ടിക് പോലും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ റോബോട്ടിക് സർജറി ഉണ്ട്, നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ റോബോട്ടിക് സർജറീസ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് ചിൽഡ്രൻ കേട്ടോ, വളരെ ചെറിയ പിള്ളേരിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പണ്ടത്തെ കൺസെപ്റ്റ് തന്നെ ഇല്ല. അപ്പം ഒന്നാമത് കീറി മുറിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, പല കാര്യങ്ങളും നമുക്ക്
ഫൈനായിട്ടുള്ള ലാപ്രോസ്കോപ്പിക് സർജറി വഴി ചെയ്യാം. പിന്നെ സർജറി ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ വളർച്ചേനെ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യില്ല. ബിക്കോസ് സർജറി ചെയ്ത് ആ കണ്ടീഷൻ ചിലപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വളർച്ച നന്നാവുകയുള്ളൂ. ആ കറക്റ്റ് ടൈമിൽ നിങ്ങൾ സർജറി ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കിഡ്നിയുടെ കാര്യം പറഞ്ഞ പോലെ ആ കിഡ്നി മതിയാക്കി വളരേണ്ട കിഡ്നി ആയിരുന്നു, അതിന് സമയത്ത് സർജറി ചെയ്ത് ശേഷിക്കാത്തതുകൊണ്ട് അതിൻ്റെ വളർച്ച മുരടിച്ചു. അപ്പോൾ നിങ്ങൾ പുറത്ത് കാണുന്ന വളർച്ചയല്ല ശരിക്കും, ഓർഗൻ വളർച്ചകളും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതേ വേണ്ട. ബിക്കോസ് സർജറി സമയത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടും കുട്ടിക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ. പിന്നെ അനാവശ്യമായിട്ട് ആരും അങ്ങനെ കുട്ടികളുടെ ദേഹത്ത് സർജറി ചെയ്യില്ല. പിന്നെ അപ്പൻഡിക്സ് ഒക്കെ കറക്റ്റ് സമയത്ത് ചെയ്തില്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ, അതാണ് വേറൊരു പോയിന്റ്. ഇസ് ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് അഡൾട്ട് അപ്പൻഡിക്സ്. പീഡിയാട്രിക് അപ്പൻഡിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ വൺസ് ഇറ്റ് ബേഴ്സ് നമ്മുടെ ബോഡിക്ക് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങൾ കുറവാണ് പിള്ളേരിൽ. എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രക്ചേഴ്സ് ഒന്നും പിള്ളേർ ഡെവലപ്പ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ഒന്നും ഇല്ല പിള്ളേരിൽ. ഇറ്റ് ഇസ് ലൈക്ക് ഇഫ് യു ഡു സർജറി അറ്റ് ദ ഏർലിയസ്റ്റ് ഇറ്റ് ഇസ് എ 1 day പ്രൊസീജിയർ, അല്ലെങ്കിൽ മീൻസ് 1 day സ്റ്റേ പ്രൊസീജിയർ. ഇല്ലെങ്കിൽ പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ 7 day സ്റ്റേ. ഈ പറഞ്ഞ പോലെ തുറന്നൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഗ്രോത്തിനെ ഒന്നും ഒരു രീതിയിലും പിള്ളേരെ എഫക്റ്റ് ചെയ്ത് നിങ്ങൾ അതിനെ പേടിച്ച് സർജറി ചെയ്യാതെ ഇരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അപ്പോൾ സയൻസ് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഫൈനസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് ടൈമിൽ അഡ്രസ്സ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ചിലപ്പോൾ നമുക്ക് തോന്നുമല്ലോ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം എന്നൊക്കെ തോന്നും, പക്ഷേ ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ അല്ലേ? സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ടാണെങ്കിലും ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. സെക്കൻഡ് ഒപ്പീനിയൻ നിങ്ങൾ എടുത്തോളൂ, അതൊന്നും ഒരു വിഷയമല്ല. ബിക്കോസ് നമ്മളാരും റോങ് അല്ല പറയുന്നത്. നമ്മൾ പഠിച്ചതും നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളും പല സ്റ്റഡീസ് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയുക സർജിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ക്യാൻ ഗോ ടു എന്താ പറയുക ക്വാളിഫൈഡ് പ്രൊഫഷണൽ. ആ പ്രൊഫഷണൽ ക്വാളിഫൈ ചെയ്ത ഒരാളുടെ അടുത്ത് പോയിട്ട് ഒപ്പീനിയൻ കൊണ്ട് തെറ്റില്ല. അപ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു തമാശയ്ക്ക് എല്ലാവരോടും പറയണതെന്ന് വെച്ചാൽ യു ടേക്ക് 3 opinions if you want to take opinion, and if 2 doctors are saying for one thing, you go for that. അതെ, അല്ലാതെ പിന്നെ 5ാമത് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം വെച്ചുകൊണ്ട് ഒപ്പീനിയൻ പോരുത്. അതെ, അത് കിട്ടണ വരെ ഞാൻ ഒപ്പീനിയൻ എടുക്കും. എന്നിട്ട് പിന്നെ ആ ഡോക്ടർ തലയിൽ വെക്കരുത്. അത് അങ്ങനെ ഡോക്ടർ പറയൂല, പക്ഷെ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇത് ഡോക്ടർ ഇത് വേണ്ടല്ലോ പിന്നെ ഇത് ചെയ്യേണ്ട. ഇപ്പം ഞാൻ പക്ഷെ ഇപ്പം ഭയങ്കര നമ്മളെല്ലാം ഇപ്പം ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ പല പേഷ്യൻസും നമ്മുടെ അടുത്ത് വരുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പോൾ എല്ലാ ദിവസവും ഡെയിലി പോഡ്കാസ്റ്റ് പോലെ തന്നെയാണ്. ബിക്കോസ് വി ആർ ഷുവർ ദാറ്റ് ദേ ഹാവിങ് എ ക്യാമറ ഹിയർ ആൻഡ് ദേ ആർ റെക്കോർഡിങ് എവരിതിങ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും വളരെ കെയർഫുൾ ആയിട്ടാണ് ഇപ്പോൾ നമ്മളും ഒക്കെ സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഡോക്ടർമാരും അങ്ങനെയൊന്നും നെവർ ഇപ്പം ഈ അശ്വതിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഇത്രയും ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ അനാവശ്യമായി സർജറിക്ക് പറഞ്ഞിട്ട് ആരും സ്വന്തം കരിയർ അങ്ങനെ ആരും കളയില്ല, റിസ്ക് ചെയ്യില്ല. അതുകൊണ്ട് ഒപ്പീനിയൻ എടുത്തോളൂ. പക്ഷേ 2 ഡോക്ടർമാർ നിങ്ങളുടെ ഒപ്പീനിയൻ തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഒപ്പീനിയൻ പോരുത്. ബിക്കോസ് നിങ്ങൾക്ക് സർജറി വേണ്ടാന്നാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അത് പറയണ വരെ ഒരു ഡോക്ടറെ അടുത്ത് ചിലപ്പോൾ ഇനി ഒരു നോൺ സർജിക്കൽ അല്ലെങ്കിൽ നോൺ മോഡേൺ മെഡിസിൻ ഡോക്ടറെ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ ആ ഡോക്ടർ ചിലപ്പോൾ എന്തെങ്കിലും പറയുമായിരിക്കും. ബിക്കോസ് അത് അവരുടെ മാനേജ്മെൻറ്റ് അങ്ങനെയായിരിക്കും. അപ്പോൾ ഇഫ് യു ടേക്കിംഗ് ഒപ്പീനിയൻ ഗെറ്റ് ഫ്രം ഇപ്പം നിങ്ങളൊരു ഇതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ അതേ ഇതുള്ള ഡോക്ടറെ അടുത്ത് പോയി ഒപ്പീനിയൻ എടുക്കുക. നിങ്ങൾ മോഡേൺ മെഡിസിൻ ഡോക്ടറെ അടുത്ത് ചോദിക്കണമെങ്കിൽ നിങ്ങൾ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ അവരൊരു അഭിപ്രായം പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ആ എന്താ പറയുക സ്ട്രീം മാറി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതേ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ചെല്ലുക, ചോദിക്കുക, ഒരു പ്രശ്നമില്ല, ചോദിക്കണം എന്ന് തന്നെ ഞാൻ പറയാം. ബിക്കോസ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു എന്താ പറയുക എല്ലാവർക്കും ഇങ്ങനെ ഒരു സംശയങ്ങളാണല്ലോ. അപ്പോൾ നമ്മളവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ തന്നെ ആൾക്കാർക്ക് സംശയമാണ്. അപ്പോൾ ഞാൻ പറയും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ബില്ല് ചെയ്തിട്ടുണ്ട്, ഡോക്ടർമാർ അങ്ങനെ ആവണമെന്നില്ല. ഹോസ്പിറ്റൽ അങ്ങനെ ബില്ല് ചെയ്തു ഇരിക്കുന്നത് ഞങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ അശ്വതി ഇവിടെ എന്നെ കൊണ്ടിരുത്തുന്നു, ഇതിപ്പോൾ എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, പക്ഷെ ഞാനായിട്ട് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ എന്ത് കാണിച്ചാലും ഐ എം ഗോയിങ് ടു ട്രീറ്റ് യുവർ കിഡ്. ഞാൻ എൻ്റെ രീതിയിൽ തന്നെ ചെയ്യുള്ളൂ. അനാവശ്യമായിട്ട് നമ്മൾ ആരും ഒന്നും ചെയ്യില്ല. ബിക്കോസ് ഒന്നാമത്തെ കാര്യം നല്ല പേടിയാണ്. നമ്മൾ ആരും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത് പേടിച്ചിട്ടല്ല, അല്ലാതെ തന്നെ നമുക്കൊരു എത്തിക്സ് ഉണ്ട്. അത് ആരും ഡോക്ടേഴ്സ് ആരും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എത്തിക്സ് കിട്ടാരും പ്രാക്ടീസ്. അപ്പം അതുകൊണ്ട് അത് പേടിക്കണ്ട. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയല്ലോ ഒരു പീഡിയാട്രിക് സർജൻ്റെ ഒരു ഡേ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു തുടങ്ങിയെടുത്ത്, ഇതിൻ്റെ ഹോസ്പിറ്റലല്ലാത്ത ഡോക്ടർ കിരണിൻ്റെ വേർഷൻ നമ്മൾ കാണാറുണ്ട്. അപ്പം വളരെ ചില്ലായിട്ടുള്ള വളരെ കൂളായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക? ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും, ബിക്കോസ് അല്ലെങ്കിൽ മെഡിസിന് പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും, ഡോക്ടർ അവിടെ നിന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കീനായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്രൊഫഷനാണ്.
വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീണോ ഏതൊക്കെ സമയത്താണ് യു ആർ ഗെറ്റിംഗ് കോൾസ് എന്നുള്ളത് മോസ്റ്റ് ഓഫ് ദ ടൈം അലേർട്ടായിട്ട് ഇരിക്കേണ്ട ഒരു ഇതാണ്. എങ്ങനെയാണ് ഈ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തത്? ബാലൻസ് ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവണം ഡെഫിനറ്റ്ലി. ഞങ്ങളെപ്പോലെ നല്ല അത് ഒരു മസ്റ്റാണ്. അത് ഞാൻ എപ്പോഴും പറയും, ഡോക്ടേഴ്സ് അല്ലാത്ത കുറച്ച് സർക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്നും ഒരേ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുക. എങ്ങനെയൊക്കെ എന്തൊക്കെ ഡൈവേഴ്സ് ടോപ്പിക് വന്നാലും നമ്മൾ ആ ഒരു മൾട്ടിപ്പിൾ കേസിലേക്ക് വരും. അപ്പോൾ ഇതുകൊണ്ട് ഇത് മൾട്ടിപ്പിൾ ഇതുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പിന്നെ ഒന്നാമത്തെ നമ്മൾ സ്വിച്ച് ഓഫും സ്വിച്ച് ഓണും ആണത് ബേസിക്കലി. നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പറയുമെങ്കിലും എന്നാലും നമ്മൾ ആ കുട്ടീനെ നമ്മൾ അവിടെ ഏൽപ്പിച്ചിട്ടാണ് പോരുന്നത് ഇൻ സേഫ് ഹാൻഡ്സ്. PICU ഒരു കുട്ടി അഡ്മിറ്റ് ആണെങ്കിൽ എൻ്റെ സർജറി കഴിഞ്ഞ കുട്ടിയോട് അഡ്മിറ്റ് അതും നമ്മൾ ട്രെയിൻഡ് ആവട്ടോ. ബിക്കോസ് അതും ഒരു പ്രശ്നമാണ്. ബിക്കോസ് ഡോക്ടേഴ്സ് പലരും ഉണ്ടാവുന്നത് സ്വിച്ച് ഓഫ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് നമ്മളൊരു ടീം ബിൽഡ് ചെയ്യണം. അതായത് നമ്മുടെ കൂടെ ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ ലീവ് എടുക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ ഒന്നും വിളിച്ചു നോക്കിയാറില്ല. ഒന്നാമത് ഞാൻ മേജർ കേസ് ചെയ്തിട്ടിട്ട് ലീവ് എടുക്കില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ എമർജൻസീസ് വന്നാൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ എമർജൻസീസ് വന്നാലും ഐ വിൽ ജസ്റ്റ് കംപ്ലീറ്റ്ലി ഗിവ് ദറ്റ് കിഡ് ടു മൈ കൊളീഗ്. ഞാൻ ഒന്നും വിളിച്ചു നോക്കിയാറില്ല. ബിക്കോസ് ഐ എം കംപ്ലീറ്റ്ലി എനിക്ക് ആളെ വിശ്വാസമാണ്, ആളത് ചെയ്തോളൂ. അപ്പം ഞാൻ അവിടെ നിന്ന് പിന്നെ ഐ ജസ്റ്റ് കട്ട് ഓഫ് ചെയ്യും. അത് നമ്മൾ പിന്നെ നമ്മുടേതായ ലോകത്തിലേക്ക് പോകുന്നു. വീട്ടിലോട്ട് മാക്സിമം വർക്ക് കൊണ്ടുവരാതിരിക്കുക. ഹോസ്പിറ്റൽ അവിടെ വെച്ച് തീർന്നു. നമ്മൾ പിന്നെ ഞാനൊരു ഇതെന്ന് വെച്ചാൽ ആൽക്കഹോളിസം പോലെ തന്നെ പ്രശ്നമാണ് വർക്കഹോളിസവും. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട് ഏർലി ഫിനിഷ് ഏർലി, ഇതാണ് എൻ്റെ പോളിസി. ഞാൻ എല്ലാം എൻ്റെ 8 മണിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കയറുന്നു, 4:30. ഇന്ന് പശുവിന് 10-15 മിനിറ്റ് ലേറ്റ് ആയി, വഴിയിൽ ബ്ലോക്ക് ചെയ്താണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളിങ്ങനെ റഡാർ വർക്ക് ചെയ്യണം. ബിക്കോസ് യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദ ഹോസ്പിറ്റൽ ബൈ 4:35. എമർജൻസി വന്നാൽ ഡിഫറെൻറ്റ്. പക്ഷെ വർക്ക് നമ്മൾ ടൈമിൽ തീർക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ പുറത്തും കുറച്ച് ഇടയ്ക്ക് വി ഗോ ഫോർ സം ട്രിപ്സോ സം ഡ്രൈവ്, എന്തെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള കുറച്ച് പാഷൻ എന്താണെങ്കിലും. ഇപ്പോൾ നമ്മളൊരു ഗെയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കണം, ഫ്രണ്ട്സായിട്ട് കുറച്ച് ചീട്ട് കളിക്കുകയാണെങ്കിൽ അത് കളിക്കുക. എന്തെങ്കിലും ജസ്റ്റ് ഗോ ഫോർ സം. അപ്പോൾ അതെന്ന് വെച്ചാൽ എന്നാലേ നമ്മൾ നമ്മുടെ ആ ഷാർപ്പായിട്ട് ഇരിക്കുള്ളൂ നമ്മുടെ ബ്രെയിൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഈ പണ്ടത്തെ കഥയുണ്ടല്ലോ, ഈ നമ്മളിങ്ങനെ വെട്ടി ഒരാൾ 2 പേരും ഒരുമിച്ച് കുറേ മരം വെട്ടാൻ പോയിട്ട് ഒരാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ബ്രേക്ക് എടുത്ത് വരുന്നു. അവൻ പോയിട്ട് ആക്ച്വലി മൂർച്ച വിട്ടിട്ട് വരുന്നത്. എല്ലാം വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മരം വെട്ടി തീർന്നില്ല, മറ്റവൻ വെട്ടി. സിമ്പിൾ തിങ്. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് വർക്ക് ലൈഫ് ബാലൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോലത്തെ ഒരു ഈ എന്താ പറയുക സ്ട്രെസ്ഫുൾ ഇത് വരുന്ന സമയത്ത് ഹോസ്പിറ്റലുള്ളപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലുള്ള പോലെ നല്ലതായിട്ട് ചെയ്യുക. പിന്നെ നല്ല റിലേഷൻസ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ എല്ലാവരായിട്ട് ഒരു ഇപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കാണിക്കരുത്. വിൽ ജസ്റ്റ് അത് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പറയാം. എന്നിട്ട് പിന്നെ ജസ്റ്റ് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അവർക്ക്. ഒരു എങ്ങനെയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുക. ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്, ആദ്യത്തെ മിസ്റ്റേക്ക് എനിക്ക് കുഴപ്പമില്ല, രണ്ടാമത്തെ മിസ്റ്റേക്ക് ഇറസ്പോൺസിബിൾ ആണ്. മിസ്റ്റേക്സ് യു ക്യാൻ മേക്ക്, പക്ഷേ ഇഫ് യു റിപ്പീറ്റ് ദ സെയിം മിസ്റ്റേക്ക് ദർ ഇസ് എ പ്രോബ്ലം. അപ്പോൾ അത് നമ്മൾ തിരുത്തി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എല്ലാവരും ബേസിക്കലി നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നുള്ളത് വേറെ കാര്യം. ബിക്കോസ് അതൊരു സ്ട്രെസ് ബസ്റ്ററാണ് എന്തൊക്കെ പറഞ്ഞാലും, അത് ഏത് പ്രൊഫഷനാണെങ്കിലും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ദ ടൈം. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. ആൻഡ് ഇത് നമുക്ക് പറയാനുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരൻസിനോടും, പ്രത്യേകിച്ച് അമ്മമാരോട്, ഇപ്പോൾ ഡോക്ടർ കിരൺ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിലുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ മിക്കവാറും അവരുടെ അമ്മ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്മോർട്ടം ടൈമിൽ കൂടെ ഗോ ത്രൂ എന്നൊരു സമയമായിരിക്കും. അപ്പോൾ ഓൾറെഡി ഉള്ള ഹോർമോൺ റഷിൻ്റെ പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ഞിന് വയ്യാന്ന് പറയുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടി ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊഫഷനിലുള്ള ഒരാളോടാണ് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഈ ഒരു കോൺവെർസേഷൻ ഫുള്ളായിട്ട് കേൾക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. സാധാരണ കാണുമ്പോൾ തോന്നുന്നതിനെ കഴിഞ്ഞും കൂടുതൽ എനിക്ക് കഥകൾ കേട്ടപ്പോൾ കുറച്ചും കൂടി ഒരു ബഹുമാനമൊക്കെ തോന്നുന്നു. സത്യമായിട്ടും എല്ലാ കഥകളും പറഞ്ഞിട്ടില്ല, ബാക്കി പിന്നെ ഒരു അവസരത്തിൽ നമുക്ക് അറിയാം. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രുതി. താങ്ക് യു.